തിരിച്ചറിവില്ലാതെ പിശാചിനാൽ തള്ളിയിടപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഞങ്ങളിൽ അനേകരും. ഞങ്ങളെ അങ്ങ് പണിതെടുക്കണമേ. കുടുംബജീവിതത്തിൻ്റെ തലത്തിൽ, സാമ്പത്തിക ജീവിതത്തിൻ്റെ തലത്തിൽ അങ്ങ് എങ്ങനെ ഞങ്ങളെ പണിയുവാൻ ആഗ്രഹിക്കുന്നു അതേപോലെ പണിയുവാൻ അങ്ങയുടെ ജനത്തെ അങ്ങ് സഹായിക്കുന്നതിനായി നന്ദി. ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ. ഞാൻ അങ്ങയുടേത് മാത്രമല്ല അപ്പാ, ശുശ്രൂഷയിലകത്തും പുറത്ത് രഹസ്യവും പരസ്യവുമായി പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരും ദാസിമാരെ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് അവർക്കുള്ളതിനെല്ലാം കരുതുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടേതെല്ലാം അങ്ങയുടേതല്ലോ, യേശുവിൻ നാമത്തിൽ തന്നെ. ജനം പറഞ്ഞാട്ടെ ആമേൻ. അതിൻ്റെ അർത്ഥം ഈ പ്രാർത്ഥിച്ചതിനോട് ഞാൻ എഗ്രി ആവുന്നു, ഞാനും വോട്ടിടുന്നു. മനസ്സിലായോ? പ്രാർത്ഥനയോടെ ദിവസം. ഗുഡ് മോർണിംഗ് എവരിബഡി. സന്തോഷമായിരിക്കുന്നോ? ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മൾ ആരാണ് ഭൂമിയിൽ? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ആ മക്കളുടെ പ്രത്യേകത എന്താ? മക്കൾ അപ്പനെ പ്രദർശിപ്പിക്കും. ഹല്ലേലൂയ. ഇനി നിങ്ങൾ എങ്ങനെയാ നിങ്ങളെ കാണേണ്ടേ? കഴിഞ്ഞ ദിവസം കേട്ടു, നമ്മളെ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശരീരത്തിലെ ഒരവയവമായി വേണം നമ്മളെ കാണാൻ. എല്ലാം കൂടി ഒറ്റ ബോഡിയാണ്, ഒരു സിംഗിൾ ബോഡിയാണ്. അത് നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കിയാൽ എപ്പോഴും നല്ലത്. സിംഗിൾ ബോഡി, നമ്മൾ ദൈവവുമായിട്ട് ഒരൊറ്റ ബോഡിയായിട്ട് മാറുകയാണ്, സിംഗിൾ ബോഡി. ആ ചിത്രം നിങ്ങളിവിടെ കണ്ടല്ലോ. സ്വർഗീയ പിതാവ് തല, ക്രിസ്തു ശരീരം, നമ്മളെ ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ അല്ലേ? അപ്പോൾ എല്ലാം കൂടി സിംഗിൾ ബോഡിയായി. അതിൻ്റെ ഒരു വേർഡാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ 3, 4, 5, 6 വാക്യങ്ങൾ. ആ വാക്യത്തെ ഞാൻ എപ്പോഴും ഓർക്കുന്നത് കല്യാണം മുടക്കി വാക്യം എന്നാണ്. കല്യാണം മുടക്കി, അതായത് നമ്മുടെ അടുക്കൽ ഇവിടെ ഒരു വളർന്നു വരുന്നൊരു സഭയുണ്ട്. ആ സഭയിൽ ഒരു വിവാഹം വന്നു. വിവാഹം വന്നപ്പോൾ ആ സഭയുടെ ഫൗണ്ടറുടെ അളിയൻ്റെ മോളുടെ വിവാഹമാണ്. മോളുടെ വിവാഹം. അപ്പോൾ സഭയിലെ മൂപ്പന്മാരെ ചെന്ന് കണ്ടു. സഭയിലെ മൂപ്പന്മാരെ ചെന്ന് കണ്ടിട്ട് വിവാഹം നടത്തരണമെന്ന് പറഞ്ഞു. വിവാഹം നടത്തരണമെന്ന് പറഞ്ഞപ്പോൾ അവരൊരു ആപ്ലിക്കേഷൻ കൊടുത്തു, സഭയുടെ മെമ്പർഷിപ്പ് ആപ്ലിക്കേഷൻ. ഇത് ഫില്ല് ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ അത് ഫില്ല് ചെയ്തപ്പോൾ അതിൽ ഈ ലോകത്തിലെ നിയമപ്രകാരമാണ്, അതായത് 3-ാം നൂറ്റാണ്ടിൽ സഭ എടുത്ത ചില നിയമപ്രകാരമൊക്കെ എഴുതി വെച്ചിട്ട് അടിയിൽ സൈൻ എഴുതണം. വളരെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതിനു പകരം അതൊന്നും ചെയ്യാതെ എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4, 5 വാക്യങ്ങൾ, 5, 6 വാക്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ട് അത് തിരിച്ചു കൊടുത്തു. സഭാ അധികാരികൾ പറഞ്ഞു, നിന്റെ മോളുടെ വിവാഹം ഞങ്ങൾ നടത്തി തരത്തില്ല. ഞങ്ങൾ പറഞ്ഞതിന്, എഫേസ്യ ലേഖനം ഞങ്ങൾക്ക് വിഷയമൊന്നുമല്ല, ഞങ്ങൾ പറഞ്ഞതിൽ അവിടെ എഴുതിയിട്ടുണ്ട്, അത് സൈൻ ചെയ്ത് തന്നാൽ വിവാഹം നടത്തരാന്ന് പറഞ്ഞു. അങ്ങനെ അവരത് വിവാഹം നടത്തി കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ ആ സഹോദരൻ ഇവിടെ വന്നായിരുന്നു, ഇടയ്ക്ക് സ്റ്റേജിലേക്ക് ഇവിടെ വരാറുണ്ട്. അതുകൊണ്ട് ആ വാക്യത്തിന് ഞാൻ പേരിട്ടത് കല്യാണം മുടക്കി വാക്യം എന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്. ഓർത്തിരിക്കും. കാരണം ഇന്ന് സഭകൾ ഓരോരുത്തരും അവരവരുടേതായ സെൽഫ് വില്ലിൽ പല തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ സൈൻ ചെയ്ത് കൊടുക്കാനാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആ സഹോദരൻ ആ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അങ്ങനെ വിവാഹം വേറെ ഒരു സ്വതന്ത്ര ചർച്ചക്കാരൻ നടത്തി കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇവിടെ അറിയിക്കുകയുണ്ടായി. ഈ സന്ദേശം കേട്ടപ്പോൾ എവിടെയോ കേട്ടു, ഇതാണ് സത്യം എന്ന് പറഞ്ഞ് ഇവിടെ വരാനായിട്ട് ഇടയായി. അപ്പോൾ ആ വാക്യം നമുക്കൊന്ന് വായിച്ചാട്ടെ. ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇന്ന് നമ്മൾ രാവിലെ വിവാഹ ജീവിതത്തെക്കുറിച്ചും അപ്പോൾ തന്നെ ഫൈനാൻസ് ലൈഫ് ജീവിതത്തെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണ്, സഹായിക്കുകയാണ്. അതിലാണ് പിശാച് അനേകരെ തള്ളിയിടുന്നത്. വായിച്ചാട്ടെ. എഫേസ്യർ 4:3-7 വരെ. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇത് എഴുതി വെച്ചപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്നുള്ള ആ റെഫറൻസ് എഴുതി കൊടുത്തു. അപ്പോൾ പ്രശ്നം ഉണ്ടായ അവർ പറഞ്ഞു അങ്ങനെയല്ല, ഒരുവനല്ല,
ത്രിയേകനാന്ന് എഴുതി വെച്ചു. ബൈബിൾ പറഞ്ഞു ഒരുവൻ, അവർ പറഞ്ഞു ത്രിയേകൻ. ഈ ത്രിയേകൻ എന്ന് എഴുതിയാൽ കല്യാണം നടത്തി തരാം, ഒരുവനെന്ന് എഴുതിയാൽ കല്യാണം നടത്തി തരത്തില്ല. അങ്ങനെ ആ കല്യാണം നടന്നില്ല. അവിടെ വെച്ച് വേറെ ചർച്ചിൽ വെച്ച് നടക്കപ്പെടാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ദൈവരാജ്യത്തെക്കുറിച്ച് അറിയില്ലാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതാണ് കർത്താവ് യേശു പറഞ്ഞത്, എൻ്റെ പിതാവിനെയും എന്നെയും കുറിച്ച് അറിയാത്തത് കൊണ്ട് അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും, പള്ളിയിൽ നിന്ന് പുറത്താക്കും. കാരണം അറിയേണ്ടത് നമ്മൾ യഥാർത്ഥത്തിൽ അറിഞ്ഞില്ല, അറിയേണ്ടത് യഥാർത്ഥത്തിൽ അറിയുമ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആകാനായിട്ട് ഇടയാകും. ഓ ഫാദർ വി താങ്ക് യു. അപ്പോൾ നിങ്ങളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഇതൊരു വൺ ബോഡി സിസ്റ്റമാണെന്ന് നമ്മളെപ്പോഴും ഓർക്കുക. ലോകത്തിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാം വേറെ വേറെയാണെന്നും, എന്നാൽ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാം ഒറ്റ ബോഡിയാണെന്നുള്ള കാര്യം നമ്മൾ ഓർത്തോണം. ഓ ഫാദർ വി താങ്ക് യു. ലോർഡ് ഐ ലവ് യു. വാക്യം നിങ്ങളെ കാണിക്കാൻ ആ ചിത്രം ഒന്ന് കൊണ്ടുവന്ന് കുറേ എളുപ്പമായിരിക്കുമല്ലോ. ലോർഡ് ഐ ലവ് യു. Lord, I love you. ഒന്നുകൂടി വായിച്ചോ വാക്യം. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്. കർത്താവ്, നിങ്ങൾ നോക്കിയേ, സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ വിളിച്ചപ്പോൾ എന്ത് പ്രത്യാശയ്ക്കായി വിളിച്ചേ? എത്ര പ്രത്യാശയുണ്ട്? ഒരേ ഒരു പ്രത്യാശയുള്ളൂ സുവിശേഷത്തിന്. അതാണ് നമ്മളുടെ സ്വർഗസ്ഥ പിതാവോടുകൂടിയുള്ള ക്രിസ്തുവിലുള്ള വാസം. ആ ഒരു ഭവനമായി തീരണം. ദൂതപുത്രൻ മടങ്ങി വന്ന് ആ അപ്പനോടുകൂടി ജീവിക്കുന്നു. ഇതാണ് പ്രത്യാശ. ഇന്ന് മനുഷ്യരോട് ജീവിക്കുന്നു, മരണമുള്ള, എന്നാൽ നാളെ മരണമില്ലാത്ത ദൈവത്തോട് ജീവിക്കുന്നു. എങ്ങനെ? ക്രിസ്തുവിലൂടെ. ഒറ്റ പ്രത്യാശയാണ്. താഴേക്ക് ആത്മാവ് ഒന്ന്. ശ്രദ്ധിച്ചേ, നോക്കിയേ. ഇതല്ല ഇത് നിങ്ങളുടെ പുതിയ സൃഷ്ടിയുടെ സ്ട്രക്ചറാണ്, പഴയതിൻ്റെ അല്ല. പഴയതിൻ്റെ സ്ട്രക്ചർ എല്ലാവരും ഐലൻഡാണ്, എല്ലാവരും ഒറ്റൊറ്റയാ. നമ്മളൊരു ഫണലിൻ്റെ പടം കണ്ടില്ലേ? ഫണലിൻ്റെ പടം നേരത്തെ കണ്ടു. ഫണൽ എന്ന് പറഞ്ഞാൽ കുനിയിൽ, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ ചോർപ്പ്, ഒരു പടം കണ്ടില്ല, തല തിരിച്ചു വെച്ചേക്കണേ, ഒറ്റ ബോഡി. അത് ദൈവരാജ്യത്തിലെ സ്ട്രക്ചറാ. അല്ലാതെ നമ്മൾ നിൽക്കുന്ന ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ലോകത്തിലെ സ്ട്രക്ചർ. എല്ലാവരും അവനവൻ്റെ കിങ്ഡമാണ്, എല്ലാവരും അവനവൻ്റെ സെൽഫിനെയാണ് സർവ് ചെയ്യുന്നത്, അവനവൻ്റെ ഇഷ്ടത്തെയാണ് സർവ് ചെയ്യുന്നത്. എന്നാൽ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ ആരും സെൽഫിനെ അല്ല സർവ് ചെയ്യുന്നത്, എല്ലാവരും പിതാവിൻ്റെ ഇഷ്ടത്തെയാണ് സർവ് ചെയ്യുന്നത്. സംഭവം തിരിഞ്ഞു, ഒറ്റ ബോഡിയാണ്. അപ്പോൾ ഇത് ഒരൊറ്റ ബോഡിയാണ്, ശരീരമായിട്ട് നിൽക്കുകയാണ്. ആത്മാവ് ഒന്ന്, എല്ലാവർക്കും. ഇതെല്ലാം സ്പിരിറ്റാണ്, ഇതൊരു സ്പിരിറ്റാണ്. ആത്മാവിലാണ് നമുക്ക് ഐക്യതയുള്ളത്. ഇതുകൊണ്ടാണ് പറയുന്നത് ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുക. ശരീരത്തിൽ നമ്മൾ വേറെ വേറെയാണ്, പക്ഷെ ആത്മാവിൽ നമ്മൾ ഒന്നാണ്. ആദത്തിൽ നമ്മളെല്ലാം വേറെ വേറെയായി പോകുന്നു, പക്ഷെ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒന്നായി മാറും. ഇതാണ് എൻ്റെ പ്രത്യേകത. ഈ നിങ്ങൾ പഴയ സൃഷ്ടിയിൽ എല്ലാവരും വേറെ വേറെ, പുതിയ സൃഷ്ടിയിൽ എല്ലാവരും കൂടെ ഒന്നാണ്, ഒരിഷ്ടത്തെ സർവ് ചെയ്യുന്നു. അവിടെ അത് വെച്ചുകൊണ്ട് റോമ 12:5 വായിച്ച്, അതവിടെ വെച്ചുകൊണ്ട് തന്നെ റോമ 12:5 വായിച്ച്. അതുപോലെ പലരായി നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. മനസ്സിലായോ? നിങ്ങളുടെ പുതിയ സൃഷ്ടിയിൽ നിങ്ങളുടെ സ്ട്രക്ചർ മനസ്സിലാക്കിക്കോണം. ആദത്തിൽ നാം പലരാണ്, പലരായ നാം ക്രിസ്തുവിൽ ഒറ്റ ശരീരമാണ്, ഒറ്റ ബോഡി, സിംഗിൾ ബോഡി, ഒരു ശരീരം. നമ്മൾ ഒന്നായി തീരുകയാണ് സ്വർഗസ്ഥ പിതാവുമായ ക്രിസ്തുവിലൂടെ. ഒരു ശരീരവും പല അവയവങ്ങളുമാണ്. ഹല്ലേലൂയ. കേട്ടോ? ഒരു ശരീരവും പല അവയവങ്ങളും. ഒന്ന് പറഞ്ഞേ, ഒരു ശരീരവും പല അവയവങ്ങളും. ആദത്തിൽ പലരായ നാം എന്ന് പറഞ്ഞേ, ക്രിസ്തുവിൽ ഏക ശരീരവും പല അവയവങ്ങളുമാണ്. മനസ്സിലായോ? ഒറ്റ ശരീരത്തിലെ അവയവങ്ങളാണ്. പിന്നെ ഇതാണ് നമ്മുടെ പുതിയ സൃഷ്ടിയിലെ സ്ട്രക്ചർ. ഇത് മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇതിലേക്ക് നാം വരുന്തോറും നമ്മൾ ക്രിസ്തുവിൻ്റെ അതേ മനോഭാവമുള്ളവരായിട്ട് മാറും. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്നിട്ട് നമ്മളെല്ലാം ആത്മാക്കളാണ്.
ഇനി നമ്മളിലെല്ലാം പ്രവർത്തിക്കുന്ന ആത്മാവ് ഒന്നാണ്. താഴേക്ക് വായിച്ചോ. കർത്താവ് ഒരുവൻ. കർത്താവ് നമ്മുടെ എല്ലാം മുകളിൽ നമുക്ക് തലയായി നിൽക്കുന്ന കർത്താവ് യേശു ക്രിസ്തു ഒരേ ഒരാളാണ്. താഴേക്ക്. വിശ്വാസം ഒന്ന്. എല്ലാവരുടെയും വിശ്വാസം ഒന്നാണ്. ഈ ക്രിസ്തുവിൽ വിശ്വസിച്ച് നാം സ്വർഗീയ പിതാവിന്റെ ഭവനമായി മാറുന്നു. താഴേക്ക്. സ്നാനം ഒന്ന്. സ്നാനത്തിൽ നമ്മൾ എല്ലാവരും യേശുവിലേക്ക് ചേരുന്നു, ക്രിസ്തുവിലേക്ക്, ഈ ബോഡിയിലേക്ക് ചേരുകയാണ്. ഹല്ലേലൂയ. അല്ലാണ്ട് സ്നാനത്തിൽ പെന്തക്കോസ്ത് സഭയിലേക്കോ CSI സഭയിലേക്കോ ഇതൊന്നും അല്ല ചേരുന്നത്. ബൈബിൾ അങ്ങനെയൊന്നല്ല പറയണേ. സ്നാനത്തിൽ നീ ക്രിസ്തുവോട് ചേരുന്നു. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. നമ്മളാണ് ഈ ഗ്രൂപ്പീസൊക്കെ ഉണ്ടാക്കിയ ഓരോരുത്തർക്ക് രാജാക്കന്മാരാകാൻ. അങ്ങനെ അതൊന്നും ബൈബിളിൽ ഇല്ല. ഹല്ലേലൂയ. നമ്മുടെ ഒരു രാജാവുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന്റെ മുകളിൽ ഒരു അപ്പനുണ്ട്, സ്വർഗസ്ഥ പിതാവാണ്. ഇതെല്ലാം താളം തട്ടിച്ച് ഒക്കെ കൊണ്ടുവന്ന സാധനമാണ് ഈ ട്രിനിറ്റി എന്ന് പറഞ്ഞ സാധനം. അതുകൊണ്ട് എല്ലാത്തിനും ഒപ്പത്തിനൊപ്പം ആക്കി കൊണ്ടുവന്നു. ബൈബിളിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. യേശു ക്രിസ്തു പറയുന്ന പിതാവ് എന്നെക്കാളും വലിയ ആളാ. ഹല്ലേലൂയ. എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം പിതാവാ ചെയ്യുന്നത്, എൻ്റെ തലയാണ് പിതാവ്. അത് വ്യക്തതയോടെ പറയുമ്പോൾ അല്ല, ഒപ്പത്തിനൊപ്പം കൊണ്ടുവന്നിട്ട് അതിനുശേഷം പയ്യെ എന്ത് ചെയ്തു? പയ്യെ പിതാവിനെ അങ്ങ് ഒഴിവാക്കി. ഇത് പിശാചിന്റെ തന്ത്രമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പാട്ടുപുസ്തകത്തിൽ പിതാവിന്റെ പാട്ടുകൾ ഇല്ലാതെയായി, കുറഞ്ഞു പോയി താഴേക്കായി. ഗ്രീറ്റിംഗ്സിൽ പിതാവിനെ കാണാനല്ല അല്ലാതെയായി, യേശു മാത്രമായി ഗ്രീറ്റിംഗ്സിൽ. അല്ല, ബൈബിളിലെ എല്ലാ ലേഖനങ്ങളിലും ഗ്രീറ്റിംഗ്സ് എഴുതുമ്പോൾ സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥ പിതാവിനെ ഔട്ടാക്കി. അപ്പൊ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ബോഡിയായ ക്രിസ്തുവിനെ തന്റെ തലയായ സ്വർഗസ്ഥ പിതാവിനെ ഒപ്പത്തിനൊപ്പം കൊണ്ടുവന്നു. രണ്ടാമത് പയ്യെ പിതാവിനെ അങ്ങ് ഒഴിവാക്കി, ക്രിസ്തുവിനെ മാത്രമാക്കി. അപ്പൊ സഭ ബലഹീനമായി. കാരണം കുടുംബത്തിലെ ബലവാനെ നമ്മളിന്ന് ഒഴിവാക്കി. ബലവാനെ പിടിച്ച് കെട്ടാതെ കുടുംബത്തിൽ ആർക്കും ഒന്നും മോഷ്ടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സഭയുടെ എല്ലാ നന്മകളും മോഷ്ടിക്കപ്പെട്ടു. ഇത് പരസ്പരം അടിയും പിടിയുമായിട്ട് നടക്കുവാണ്. ഹല്ലേലൂയ. എല്ലാം ഡിവൈഡ് ചെയ്ത് പോവാം. അപ്പൊ ഇതിനൊന്നും ഇട കൊടുക്കരുത്. ഇതൊക്കെ പിശാചിന്റെ തട്ടിപ്പാണ്. അതിലൊന്നും നമ്മൾ വീഴരുത്. ഞാനിവിടെ മനുഷ്യരെ അല്ല കുറ്റം പറയുന്നത്, എന്നാൽ മനുഷ്യരും കുറ്റക്കാർ തന്നെയാണ്. കാരണം പിശാചിനെ അവർ ഈൽഡ് ചെയ്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അല്ലെങ്കിൽ ഈൽഡ് ചെയ്യരുത്. താഴേക്ക് വായിക്കേ. എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും അതായത് യേശുക്രിസ്തുവിലും നമ്മിലും എല്ലാവരിലും പ്രവർത്തിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവരും തല എല്ലാത്തിലും ഇരിക്കുന്നുണ്ട്. എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ, അതായത് യേശുക്രിസ്തുവിനും നമുക്കും എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്ന് വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ അതിന് ആമേൻ പറയാൻ നമുക്കിന്ന് പറ്റാത്ത അവസ്ഥയാണ്. ഹല്ലേലൂയ. ബൈബിളിനേക്കാൾ വലുതായി നമ്മളുടേതായ താല്പര്യങ്ങളും കാര്യങ്ങളും കയറി വന്നു. അങ്ങനെ ആകരുത്. വചനത്തേക്കാൾ മുകളിൽ വേറൊന്നുമില്ല. ദൈവം തന്നെ എപ്പോഴും വെച്ചേക്കണം തൻ്റെ വചനത്തെ. ദൈവത്തിന്റെ നാമത്തിന് മുകളിൽ വല്ലതും ഉണ്ടോ? ഉറപ്പല്ലേ? പക്ഷെ ബൈബിൾ പറയുന്നുണ്ട് ദൈവത്തിന്റെ നാമത്തിന് മുകളിൽ ഉള്ളത് വേറൊന്നുമല്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു ദൈവം പറഞ്ഞ വചനങ്ങളൊക്കെ, വാഗ്ദത്തങ്ങളൊക്കെ ദൈവം തന്റെ നാമത്തിന് മുകളിൽ വെച്ചേക്കുക. ഇതാണ് 132 സങ്കീർത്തനം 2-ാം വാക്യം പറയുന്നത്. ദൈവം പറഞ്ഞ വചനങ്ങളൊക്കെ ദൈവം തന്റെ നാമത്തിന് മുകളിൽ വെച്ചിരിക്കുക. അപ്പൊ നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് ഒന്ന് തിരുത്തി എഴുതണം. ദൈവത്തിന്റെ നാമത്തിന് മുകളിൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ദൈവം തന്നെ വില കൊടുക്കുന്ന തന്റെ വചനം, തന്റെ വായിൽ നിന്ന് പുറപ്പെട്ട തന്റെ വചനം ദൈവം വില കൊടുക്കുക. അതിന്റെ അർത്ഥം ഞാൻ ഈ വചനം പറഞ്ഞാൽ അതിന് ഞാനും കീഴ്പ്പെട്ടതാണെന്ന് ദൈവം പറയണേ. മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവം ഈ വചനം പറഞ്ഞാൽ ആ വചനത്തിന് ദൈവവും കീഴ്പ്പെട്ടതാണ്. വായിച്ചേ. നിന്റെ നാമത്തിന് മീതെ ഒക്കെയും നീ നിന്റെ വാഗ്ദാനത്തെ മഹിമപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിലായോ? നിന്റെ നാമത്തിന് മീതെ, ദൈവം എന്ന നാമത്തിന് മീതെ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, വചനങ്ങൾ ദൈവം ആത്മിക്കുക തന്റെ മോളിലാ. മനസ്സിലായോ? ഇപ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയേ. ഇന്ത്യയുടെ ആരുടെക്കാളും മുകളിൽ നിൽക്കുക. ഈവൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും സകല മന്ത്രിമാരും ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിലാണ്. അതുകൊണ്ടാണ് എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ നിയമമുണ്ടോ ചോദിക്കുന്നില്ലേ? കാരണം കോൺസ്റ്റിറ്റ്യൂഷനിലെ ആ നിയമം അതിന്റെ കീഴിലാണ് എല്ലാവരും. ഇതേപോലെ ദൈവം പറയാണ് ഞാൻ എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം അത് എൻ്റെ നാമത്തിന് മുകളിൽ ഞാൻ വെച്ചിരിക്കുക. അപ്പോൾ ദൈവരാജ്യത്തിന്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പാണ്. അപ്പോൾ ഇതാണ് ആ ദൈവരാജ്യത്തിന്റെ സെറ്റപ്പ്. സകലത്തിൻ്റെയും മുകളിൽ സ്വർഗസ്ഥ പിതാവ്, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവരെന്ന് ബൈബിളിൽ പറയുമ്പോൾ നമ്മുടെ കമ്മിറ്റി പറയുകയല്ല ത്രിയേകനാന്ന് പറയും. ഇതാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അല്ല, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പിതാവ് എന്ന് പറയുന്നത് അത്യുന്നതനായ ദൈവമാണ്. പിതാവിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് പിതാവിൻ്റെ സ്പിരിച്വൽ ബോഡിയാണ്. ദൈവം ആത്മാവാണ്, ദൈവത്തിന് സ്പിരിച്വൽ ബോഡിയുണ്ട്. നമ്മൾ ജഡമാണ്, നമ്മൾ ജഡ ബോഡിയുണ്ട്. ഹല്ലേലൂയ. ഇനി ആ
ആത്മാവിനെയാണ് ക്രിസ്തുവിനും കൊടുത്തത്. അതേ ആത്മാവിനെയാണ് ക്രിസ്തുവിലൂടെ നമുക്ക് തന്നത്. ഇതിലൂടെ എല്ലാവർക്കും പിതാവിൻ്റെ ജീവനും വ്യാപരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മറന്നു പോകരുത്. ഇത് നിങ്ങൾ മറന്നു പോയാൽ നിങ്ങൾ ആദത്തിലേക്ക് പോരും. ആത്മാവ് കൊണ്ട് ഇത് മൊത്തം ആത്മാവാണ്. ആത്മാവ് സ്പിരിച്വൽ ബോഡിയാണ്. ഇത് എല്ലാവരും സ്പിരിറ്റാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള സ്വർഗസ്ഥ പിതാവ് സ്പിരിറ്റാണ്, ക്രിസ്തു സ്പിരിറ്റാണ്, ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച നമ്മളെല്ലാവരും സ്പിരിറ്റാണ്. ഇതെല്ലാവരും ഹെവൻലി കാൻഡിഡേറ്റ്സ് ആണ്. ഇത് ദൈവ കുടുംബമാണ്. എല്ലാവരും ദൈവ കാറ്റഗറിയാണ്. ഇതിൽ ഒരപ്പനും ബാക്കി എല്ലാവരും ദൈവത്തിൻ്റെ മക്കളുമാണ്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ അവകാശികളാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്. ഇതെല്ലാം നമ്മുടെ പുതിയ സൃഷ്ടിയിലാണ്. പുതിയ സൃഷ്ടിയെക്കുറിച്ച് ചർച്ചകൾക്ക് അറിയാൻ പാടില്ല, പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഇത് മനസ്സിലാകാതെ. പുതിയ സൃഷ്ടിയിൽ നമ്മൾ മനുഷ്യ കാറ്റഗറി അല്ല, ദൈവ കാറ്റഗറിയാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമായി തീർന്നത്. ഇത് നമ്മൾ സിംഗിൾ ബോഡിയാണ്. ആദ്യത്തിലാണെങ്കിൽ നമ്മൾ പല പല ബോഡിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തതയോടെ ആകുക. ഇനി ഞാനിപ്പോൾ ഈ ഭാഗം വിടട്ടെ. ഇനി മനസ്സിലാക്കാൻ പോകുന്ന കുടുംബജീവിതത്തെക്കുറിച്ച്, സാമ്പത്തികമായ ക്രമീകരണത്തെക്കുറിച്ചുമാണ് നാം ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വചനങ്ങളൊക്കെ നോട്ട് ചെയ്തിരിക്കുക. നേരത്തെ ഓൾറെഡി ഓരോ ചിത്രങ്ങളും, ധാരാളം ചിത്രങ്ങൾ അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട്. അതിലെല്ലാം വചനങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഇതൊക്കെ അങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധ ബൈബിൾ നോക്കി പരിശോധിക്കുക. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങ് അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. ഈ രണ്ട് അറിവുകളാണ് സ്വർഗസ്ഥ പിതാവ്, സ്വർഗസ്ഥ പിതാവിൻ്റെ മകനായ പുത്രനായ ക്രിസ്തുവിന്. അതായത് സ്വർഗസ്ഥ പിതാവിൻ്റെ ജീവൻ നമുക്ക് കിട്ടുന്ന ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തു ഇല്ല എങ്കിൽ ജീവനില്ല, ക്രിസ്തു ഇല്ല എങ്കിൽ സാൽവേഷൻ ഇല്ല. അപ്പോൾ എല്ലാം റൈറ്റ് ആയിട്ട് എടുക്കണം. നമ്മൾ ക്രിസ്തുവിലാണ്. ആദത്തിൽ നമ്മൾ ദൈവരാജ്യത്തിന് പുറത്ത്, ക്രിസ്തുവിൽ നാം ദൈവരാജ്യത്തിൻ്റെ അകത്ത്. അപ്പോൾ ഈ ഒരു തലം മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. സർവ്വ സൃഷ്ടികൾക്ക് ഈ ലോകത്തിൽ എത്ര ജീവികളുണ്ടോ അവയ്ക്കെല്ലാം ഒരൊറ്റ സൃഷ്ടിപ്പേ ഉള്ളൂ. ഒറ്റ സൃഷ്ടിപ്പേ ഉള്ളൂ. പക്ഷെ നമുക്ക് രണ്ട് സൃഷ്ടിപ്പാണ്. ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് രണ്ട് സൃഷ്ടിപ്പാണ്. രണ്ട് സ്പീഷീസ് സ്ഥലമാണ് നമ്മൾ. ഒന്ന് ഉൽപ്പത്തിയിൽ നമുക്ക് കാണാം, ഉൽപ്പത്തി 2:7 അല്ലെങ്കിൽ 1:27 അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം തൻ്റെ ഛായയിലും സ്വരൂപത്തിലും നമ്മളെ സൃഷ്ടിച്ചു. അതാണ് ആദ്യത്തെ സൃഷ്ടിപ്പ്. ഇനി അത് അത് പിശാചിനെ അനുസരിച്ചതുകൊണ്ട് ഫെയിലായപ്പോൾ സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിൽ നമ്മളെ പുതിയതായി സൃഷ്ടിച്ചു. അതാണ് ദൈവമക്കളായിട്ട് ദൈവത്തിൻ്റെ അതേ സ്വരൂപത്തിൽ അതേ ലെവലിൽ നമ്മളെ സൃഷ്ടിച്ചു. മനസ്സിലായോ? ദൈവത്തോടുള്ള സമത്വത്തിലാണ് നമ്മൾ സൃഷ്ടിച്ചു വെച്ചേക്കുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യുന്നത ദൈവമായെന്നല്ല, അതേ സമത്വം. ഞാനും എൻ്റെ മകനും സമത്വമുള്ളവനാ. ഏതിൽ? മനുഷ്യൻ എന്ന കാറ്റഗറിയിൽ. പക്ഷെ ബാക്കിയുള്ളൊന്നും ഞങ്ങൾ സമത്വമില്ല. ഞങ്ങളുടെ ഹൈറ്റ് തമ്മിൽ വ്യത്യാസമുണ്ട്, ഞങ്ങളുടെ സമ്പത്ത് തമ്മിൽ വ്യത്യാസമുണ്ട്, മറ്റുള്ളതെല്ലാം വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ഇതേപോലെ തന്നെ സ്വർഗസ്ഥ പിതാവും ക്രിസ്തു സമന്മാരാണ്. അതാണ് എന്ത്? ദൈവം എന്ന കാറ്റഗറിയിൽ. ബാക്കിയെല്ലാം സ്വർഗസ്ഥ പിതാവും ക്രിസ്തുവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ക്രിസ്തുവും സ്വർഗസ്ഥ പിതാവും ഒരേ ഇമേജാണ്. ഞാനും എൻ്റെ മകനും ഒരേ ഇമേജാണ്. മനുഷ്യൻ്റെ അതേ സെറ്റപ്പാണ് ഞങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത്. ഇതേപോലെയാണ് സ്വർഗസ്ഥ പിതാവും ക്രിസ്തു. നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നാളെ വൈകിട്ട് നമ്മൾ ഈ സംശയങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയമാണ്. പേപ്പറിൽ എഴുതിയിട്ട് ദേവാസന്മാരെ കൂടെ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. മനസ്സിലാക്കേണ്ട കാര്യം, ബാക്കി എല്ലാത്തിലും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്ട്രക്ചറിൽ ഒരാൾ ഹെഡാണ്, ഒരാൾ ബോഡിയാണ്. സമ്പത്തിൽ ഒരാൾ ഉടമസ്ഥനാണ്, മറ്റേയാൾ അവകാശിയാണ്. എല്ലാത്തിനും വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അപ്പം ഇതൊന്നും തിരിച്ചറിയാതെ ചുമ്മാ ഫിലിപ്പിയ ലേഖനത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ചിന്തിച്ചു ഇത് ട്രിനിറ്റി ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണെന്ന്. അല്ല, സമമാണ്. എവിടെയാണ്? ദൈവത്തിൻ്റെ കാറ്റഗറിയിൽ സമമാണ്. നിങ്ങളും നിങ്ങളുടെ മക്കളും സമനാണ് എങ്കിൽ മനുഷ്യൻ എന്ന കാറ്റഗറിയിൽ. ബാക്കിയൊന്നിലും സമനല്ല. അല്ല, നിങ്ങളുടെ തൂക്കവും പുള്ളിയുടെ മകൻ്റെ തൂക്കവും ഒക്കെ വ്യത്യാസമുണ്ടാകും. അപ്പോൾ ഇത് നിങ്ങൾ ഇനി ഇത് മനസ്സിലാക്കിയെടുക്കാൻ, ഇത് മനസ്സിലാക്കാൻ കുറേ സംശയം നിങ്ങൾക്കുണ്ടാകും. കാരണം തെറ്റായി പഠിച്ചു വെച്ചത് കൊണ്ട് എന്ത് വർക്ക് ചെയ്യുന്നില്ല, നമ്മൾ ഇത് വർക്ക് ചെയ്യത്തില്ല, ദൈവരാജ്യം വർക്ക് ചെയ്യത്തില്ല. ദൈവരാജ്യം സ്ട്രക്ചർ ഓർഡറാണ്. ആ ഓർഡർ കറക്റ്റായിട്ട് പോയാൽ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് ബോഡി കയറി തലയുടെ ഒപ്പത്തിലിരുന്നാൽ വർക്ക് ചെയ്യത്തില്ല, ബോഡി കയറി തലയുടെ മുകളിലിരുന്നാലും വർക്ക് ചെയ്യത്തില്ല. ബോഡി ഇരിക്കേണ്ട സ്ഥാനത്ത് തന്നെ നിൽക്കണം. ഇനി എല്ലാം ദൈവരാജ്യത്തിൽ ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റമാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മറക്കാതിരുന്നാൽ നല്ലത്. ഈ സിസ്റ്റത്തിൽ നിന്നാലേ നിങ്ങൾക്ക് ഗുണമുള്ളൂ. അപ്പോൾ ഇനി ഫാമിലി ലൈഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് അതൊരു പ്രോട്ടോടൈപ്പാണ്. അതായത് ഒരു ചെറിയൊരു സാമ്പിളാണ്. ദൈവരാജ്യത്തിൻ്റെ സ്ട്രക്ചറുടെ ഒരു ചെറിയൊരു സാമ്പിളാണ് ഫാമിലി ലൈഫ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഫാമിലി ലൈഫ് നമുക്ക് മനസ്സിലാക്കിയാൽ ദൈവരാജ്യം എളുപ്പം മനസ്സിലാക്കാം. ഫാമിലി ലൈഫും ഹെഡ് ആൻഡ് ബോഡി സെറ്റപ്പാണ്. അതായത്
ഭർത്താവ് ഭാര്യ, ഭർത്താവ് ഹെഡ്, ഭാര്യ ബോഡി, ശരീരം. ഇനി ഭർത്താവ് കാരണഭൂതൻ, ഭാര്യ മുഖാന്തരം. ഇത് തന്നെയാണ് സ്വർഗത്തിലെ സ്ട്രക്ചർ, സ്വർഗത്തിലെ കുടുംബത്തിലെ സ്ട്രക്ചർ. സ്വർഗീയ പിതാവ് ഹെഡ്, യേശുക്രിസ്തു ബോഡി. സ്വർഗീയ പിതാവ് കാരണഭൂതൻ, യേശുക്രിസ്തു മുഖാന്തരം. അപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചറാണ് ദൈവരാജ്യത്തിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇതൊരു പ്രൊട്ടോടൈപ്പാണ്. അത് നമ്മൾ പ്രൊട്ടോടൈപ്പ് വെച്ചാൽ സാമ്പിൾ, ചെറിയൊരു സാമ്പിൾ. ഇപ്പോൾ പ്രൊട്ടോടൈപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിൻ്റെ ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ പണിയാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയ സിറ്റി പണിയാന്ന് ചോദിച്ചോ, ആ സിറ്റിയുടെ ഒരു രൂപരേഖ വരച്ചവിടെ ഇട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. അത് കാണുമ്പോൾ തന്നെ അറിയാം ഇവരുണ്ടാക്കുന്ന സിറ്റി ഇതാണ്. അപ്പോൾ അതൊരു പ്രോട്ടോടൈപ്പ്, ഒരു സാമ്പിളാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള സാമ്പിളാണ് ഭൂമിയിലെ കുടുംബം. Oh Lord, I love you. കുടുംബജീവിതത്തിൻ്റെയും ഫൈനാൻഷ്യൽ ലൈഫിൻ്റെയും ഡീപ്പായിട്ട് നമ്മൾ പോകത്തില്ല, സർഫസിൽ മാത്രം നിൽക്കത്തുള്ളൂ, അല്ല ടൈം നമുക്കില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണാം, ഒരു ട്രെയിൻ വരുന്നു, 2 പാളത്തിൽ കൂടിയാണ് വരുന്നത്. ഒരു പാളത്തിന് നമ്മൾ പേരിട്ടു ഫാമിലി ലൈഫ്, മറ്റൊരു പാളത്തിന് ഫൈനാൻഷ്യൽ ലൈഫ്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ഫാമിലി ലൈഫും ഫൈനാൻഷ്യൽ ലൈഫും സാമ്പത്തികമായ ആ ജീവിതവും കുടുംബജീവിതവും റൈറ്റായിട്ട് ബൈബിൾ പറയുന്നത് പോലെ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ കുടുങ്ങും. പറയുന്നത് പോലെ ഹാൻഡിൽ ചെയ്യണം. നമുക്ക് തോന്നിയതുപോലെ നമ്മൾ ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴുമാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു പങ്ക് കുടുംബങ്ങൾ വിവാഹം കഴിക്കുന്നു, പിന്നെ മൊത്തം താളപ്പഴയാണ്. കാരണം ഇതെങ്ങനെ ഓടിക്കണമെന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് ഒരു വണ്ടി കൈ കിട്ടി, പക്ഷെ വണ്ടി ഓടിക്കണം എങ്ങനെ അറിയത്തില്ലെങ്കിൽ വണ്ടി പോയി ഇടിക്കും. ഇതേപോലെ തന്നെ നമ്മളുടെ ജീവിതവും വിവാഹം കഴിഞ്ഞ് പക്ഷെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിഞ്ഞുകൂടാ, അവിടെ പോയി ഇടിക്കാനായിട്ട് ഇടയാകും. 2 പേര് സെപ്പറേറ്റ് ആവും. അല്ലെങ്കിൽ നിവർത്തിയില്ലെങ്കിൽ ഒരു കുടുംബത്തിൽ 4 ചുമരിൻ്റെ നടുവിൽ പരസ്പരം മിണ്ടാതെ വഴക്കിട്ട് നടക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് അവസാനിക്കും. നിവർത്തിയില്ല, തിരിച്ചു പോകാൻ നിവർത്തിയില്ല. പോകാൻ നിവർത്തി ഉണ്ടെങ്കിൽ പലതും സെപ്പറേറ്റ് ആയാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി. ഇന്ന് വിവാഹം കഴിച്ച വ്യക്തിത്വങ്ങളിൽ നല്ലൊരു പങ്കിനോടും തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു അവസരം തരികയാണ് സെപ്പറേറ്റ് ആകാനായിട്ട്. 2 പേർക്കും സമൂഹം യാതൊരു വിലക്കുമില്ല, ഒരു അവസരം തരിക വീണ്ടും റിവേഴ്സ് അടിക്കാനായിട്ട്. ഒരിക്കലും ദേവദാസൻ പറഞ്ഞൊരു കാര്യമാണ്, അങ്ങനെ സെപ്പറേറ്റ് ആകാൻ അവസരം തന്നാൽ നല്ലൊരു പങ്ക് സെപ്പറേറ്റ് ആകും. കാരണം ഇവരോട് കൂടെ ജീവിച്ച് മടുത്തിരിക്കുന്ന ഒരു തലമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഓടിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഫാമിലി ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഭർത്താവിൻ്റെ കടമകൾ എന്തൊക്കെയാണ്, ഭാര്യയുടെ കടമ എന്തൊക്കെയാണ്, എങ്ങനെ കൊണ്ടുപോകണം, ഇത് അറിവില്ലാത്തതുകൊണ്ട്. അറിഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും, അറിയണം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആദ്യം ഫാമിലി ലൈഫിലേക്ക് കയറുകയാണ്. ഇതൊരു അലയൻസാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു അലയൻസാണ്. ദൈവം വെച്ചത് ഒരു അലയൻസാണ്. ഇത് ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ്. ഇതൊരു അലയൻസാണ്. ഈ അലയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അലയൻസ് ഏതാണെന്നറിയാമോ? എന്താ? ഭാര്യ അതൊരു അലയൻസാണ്. അലയൻസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ശക്തിപ്പെടാനാണ്, അഭിവൃദ്ധിപ്പെടാനാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അലയൻസ് ശക്തിപ്പെടുകയാണ്. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ഒരുവൻ 1000 ഓടിക്കുമെങ്കിൽ 20 10,000 ഓടിക്കും. അലയൻസ് ശക്തിപ്പെടുകയാണ്, 2 പേരും ചേർന്നാൽ. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ഒരുവനേക്കാൾ നല്ലത് 20. ഹല്ലേലൂയ. അതൊരു അലയൻസാണ്, ശക്തിപ്പെടുകയാണ്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അലയൻസാണ് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഏകദേശം 32 രാജ്യങ്ങളുണ്ട്, US അടക്കം 32 രാജ്യങ്ങളുണ്ട്. ആ അലയൻസിൽ വിഷയം എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിനെതിരെ ആരെങ്കിലും ഒരു യുദ്ധത്തിന് വന്നാൽ അത് 32 രാജ്യങ്ങൾക്ക് എതിരെയുള്ള യുദ്ധമായിട്ട് കണക്കാക്കും.
ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാൽ ബാക്കി 31 കൂടി വരും അതിനെ തട്ടാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ ഉക്രൈൻ ഇതുവരെ അതിലില്ല. പക്ഷെ അതിൽ കയറാനുള്ള ശ്രമത്തിലാണ് ഉക്രൈൻ. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. കാരണം റഷ്യയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അലയൻസ്. ഇതേപോലെ തന്നെ, അതായത് ഈ അലയൻസിലേക്ക് വരുമ്പോൾ ശക്തിപ്പെടുകയായി. മാരേജ് എന്ന് പറയുന്ന ഒരു അലയൻസാണ്, ദൈവം വെച്ചിരിക്കുന്ന ഒരു അലയൻസാണ്. അപ്പോൾ അതിലൂടെ പദ്ധതികൾ വളരെ സ്പീഡിൽ നടത്തിയെടുക്കാൻ പറ്റും, ശക്തി പ്രാപിക്കാൻ കഴിയും. അപ്പോൾ ഇത് ആദ്യം തന്നെ മനസ്സിലാക്കണം, ഇതൊരു അലയൻസ് ആണെന്നും ആ ഒരു അലയൻസിൽ ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റം ഉണ്ടെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതനുസരിച്ചിട്ട് ഓരോരുത്തരും പെരുമാറിക്കഴിഞ്ഞാൽ അത് മനോഹരമായിട്ട് തീരുവാനായിട്ട് ഇടയാവും. അപ്പോൾ ഈ അലയൻസിൽ എന്താ സംഭവിക്കണേ? അലയൻസിൽ ഷെയർ ചെയ്യുവാനായിട്ട് തയ്യാറാകണം. ഇതുണ്ടോ, മാരേജ് ഒരു അലയൻസാണ്. ഈ ഒരു അലയൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ വിവാഹ ജീവിതത്തൊക്കെ വിവാഹം കഴിക്കാത്തൊരു ഇതൊക്കെ മുമ്പേ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതാ ഒരു സ്ത്രീയും അല്ലെങ്കിൽ പുരുഷനും, അല്ലെങ്കിൽ ഇത് വേറെ ഒരു അലയൻസ്. ഇതാ ഒരു സ്ത്രീയും പുരുഷനും, ഈ സ്ത്രീയും പുരുഷനും ഒരു അലയൻസ് ആക്കി. ഇതൊരു സാമ്പിളായിട്ട് മാത്രം കണ്ടാൽ മതി കേട്ടോ. നിങ്ങൾ ഇതാ അലയൻസ് വരുമ്പോൾ രണ്ടുപേരുടെയും കയ്യിൽ ഓരോ പെട്ടിയുണ്ട്. ബിസിനസ് അലയൻസ് ആകട്ടെ, മാരേജ് അലയൻസ് ആകട്ടെ, രണ്ടുപേരുടെയും കയ്യിൽ ഒരു പെട്ടിയുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ബിസിനസ്സിൻ്റെ സംഭാഷണം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇവർ ഈ കാര്യങ്ങൾക്ക് ഒപ്പിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഷെയ്ക്കാൻ കൊടുക്കുന്നുണ്ടോ? അതായത് ഈ പറഞ്ഞത് പ്രകാരം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. തിരിച്ച് ഇങ്ങോട്ടും ഷെയ്ക്കാൻ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞത് പ്രകാരം, എഴുതി തന്നത് പ്രകാരം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഞാനും തയ്യാറാണ്. അപ്പോൾ ഇതൊരു ഷെയറിങ് ആണ്. അപ്പോൾ ഈ ഷെയർ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ കല്യാണത്തിനും വിവാഹത്തിനും പോകരുത്. തനിക്കുള്ളത് ഭർത്താവുമായിട്ട് ഷെയർ ചെയ്യുന്നു, ഭർത്താവിനുള്ളത് ഭാര്യയുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഈവൻ ബിസിനസ് ഷെയറിങ്ങിൽ ശരീരം ഷെയർ ചെയ്യുന്നില്ല. ആ എഗ്രിമെന്റിൽ എന്തൊക്കെയാണ് പറയുന്നത് അതേ ഷെയർ ചെയ്യുന്നുള്ളൂ. പക്ഷെ വിവാഹബന്ധത്തിൽ ശരീരം അടക്കം ഷെയർ ചെയ്യുക. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ അതിന് തയ്യാറാകണം. അതിന് തയ്യാറാകുക. ഇതൊക്കെ ഷെയർ ചെയ്യാമെന്നും പറഞ്ഞിട്ട് പിന്നെ ഷെയർ ചെയ്യാതെ വരുമ്പോഴാണ് ഈ ഡിവോഴ്സ് ഒക്കെ നടക്കുന്നത്. ഷെയർ ചെയ്യാതിരിക്കുമ്പോഴാണ് ഭർത്താവ് വേറെ പെണ്ണിനെ അന്വേഷിച്ച് പോകുന്നത്. ഷെയർ ചെയ്യാതിരിക്കുമ്പോഴാണ് ഭാര്യ വേറെ പുരുഷനെ അന്വേഷിച്ച് പോകുന്നത്. അപ്പം ഇതിനൊന്നും പറ്റത്തില്ലെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, വിവാഹം കഴിക്കാതിരുന്നാൽ മതി, പോരെ? ഈ അലയൻസിൽ ഏർപ്പെടാതിരുന്നാൽ മതിയായിരുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ നമ്മൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. യഥാർത്ഥ വിവാഹം എന്ന് പറയുന്നത് ഒരു അലയൻസാണ്. എൻ്റെ ശരീരവും എനിക്കുള്ളതും അങ്ങുമായി ഷെയർ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതുപോലെ തന്നെ എൻ്റെ ശരീരവും എനിക്കുള്ളതും നീതിയുമായി ഷെയർ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഏത് നിയമപ്രകാരം? ദൈവിക നിയമപ്രകാരം. അപ്പോൾ ഇത് നമ്മൾ വ്യക്തമായിട്ട് ഓർക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അലയൻസ് എന്ന് പറയുന്നത്, ഭൂമിയിലെ വിവാഹം എന്ന് പറയുന്നത്, ഈ കുടുംബം ആയി തീരുന്നത് സ്വർഗത്തിലെ കുടുംബത്തിൻ്റെ നിഴലാണ്. സ്വർഗത്തിൻ്റെ കുടുംബത്തിൻ്റെ നിഴലാണ്. ഇതേപോലെ ഒരു കുടുംബം സ്വർഗത്തിലുണ്ട്. വംശമില്ലെന്നേ ഉള്ളൂ, കുടുംബമുണ്ട്. ആ കുടുംബമാണ് സ്വർഗസ്ഥ പിതാവും തൻ്റെ പുത്രനായ ക്രിസ്തു. ഇവിടെ സ്ത്രീ ശരീരവും പുരുഷൻ, ഭൂമിയിലെ കുടുംബത്തിൽ സ്ത്രീ ശരീരവും പുരുഷൻ തലയുമാണെങ്കിൽ, സ്വർഗത്തിലെ കുടുംബത്തിൽ ക്രിസ്തു ശരീരവും സ്വർഗസ്ഥ പിതാവ് തലയുമാണ്. ഇത് ഷെയറിംഗ് സിസ്റ്റമാണ്. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്, പിതാവ് എല്ലാം എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നു. എൻ്റേതെല്ലാം പിതാവിൻ്റെതാണ്, പിതാവിൻ്റെതെല്ലാം എൻ്റേതുമാണ്. ഞങ്ങൾ ഈ അലയൻസിലാണ്, ഞങ്ങൾ ഷെയർ ചെയ്യുന്നവരാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അതൊക്കെ? മത്തായിയുടെ സുവിശേഷം 11:27 വായിച്ചേ. മത്തായി 11:27. ശ്രദ്ധയോടെ ഇത് മനസ്സിലാക്കിയെന്ന് പ്രവർത്തിക്കുക. ജെയിംസ് പാസ്റ്റർ രാവിലെ ഇരുന്ന് ഉറങ്ങാൻ ശ്രദ്ധിച്ച് കേൾക്കട്ടെ. എന്തോ മരുന്ന് കഴിച്ചിട്ടുണ്ടോ? ഓക്കെ, എന്തെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, മത്തായി 11:27. മത്തായി 11:27. എന്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. കണ്ടോ? എന്റെ പിതാവ് സകലവും എന്റെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഒരു യഥാർത്ഥ ഭർത്താവ് കണ്ണടച്ച് വിശ്വസിക്കുന്നത് വേറെ ആരുമല്ല, ഭാര്യയെ എല്ലാം അവളുടെ കയ്യിലേ ഏൽപ്പിച്ചു. എന്തെങ്കിലും പറഞ്ഞാൽ താൻ തിരക്കാണിതേ അവളോട് പോയി ചോദിക്കുക, എല്ലാം ഏൽപ്പിച്ചേക്കുക. പിതാവ്, യേശു പറയാണ്, പിതാവെല്ലാം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കുക.
ഞാനാണ് ബോഡി, എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കുക. പിന്നെ എൻ്റേതെല്ലാം പിതാവിൻ്റെതെല്ലാം എൻ്റേതുവാ. ആ രംഗം കണ്ടോ? ഹെവൻലി ഫാമിലി. ഇതാണ് യോഹന്നാൻ 17:10 യേശു പറയുന്നത്. എൻ്റെതെല്ലാം പിതാവിൻ്റെതാ, പിതാവെല്ലാം എന്നെ ഏൽപ്പിച്ചേക്കുക. അപ്പൊ ഇതൊക്കെ ആരുടെയാ? പിതാവിൻ്റെയാ. എൻ്റെതെല്ലാം പിതാവിൻ്റെതല്ല എൻ്റേതുവാ. അതാണ് ഷെയറിങ്, അലയൻസ്. നമ്മൾ വിവാഹത്തിൽ ആദ്യം ഇത് തയ്യാറാകണം. ഇത് തയ്യാറാകാതെ എൻ്റെയൊക്കെ എൻ്റെയാ, അത് എൻ്റേതാ, ഇതാച്ചാൻ്റെ അല്ലേ, അത് ഓടൂല. അവിടെ എൻ്റേത് നിൻ്റേതെന്നില്ല, നമ്മുടേതാ. ആ ഒരു തലത്തിലേക്ക് മാറണം. അല്ലെങ്കിൽ വിവാഹം കഴിക്കാനൊന്നും പോകരുതെന്നേ. വിവാഹം ബേസ് തന്നെ, ഫൗണ്ടേഷൻ തന്നെ തെറ്റിപ്പോയ കാര്യം എങ്ങനെ നടക്കളെ? ഷെയർ ചെയ്യാൻ തയ്യാറാണെന്നും പറഞ്ഞ വിവാഹം. വായിച്ചേ 17:10. യോഹന്നാൻ 17:10. എന്റേതെല്ലാം നിന്റേതും. യേശു പറയാണ് പിതാവിനോട് സംസാരിക്കുമ്പോ, എന്റേതല്ല നിന്റേതും, നിന്റേത് എന്റേതുമാകുന്നു. നിന്റേത് എന്റേതും ആകുന്നു. കണ്ട ഷെയറിങ് കണ്ട. എന്റെ മക്കളെ ഇതിന് തയ്യാറല്ലെങ്കിൽ ഈ പരിപാടിക്ക് പോകരുത്. കുടുംബം തകർന്ന് താഴെ പോകും. ഹല്ലേലൂയ. നമ്മുടേത് അങ്ങനെയല്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കണത് എന്താ? യേശു ഇവിടെ പറയുന്നത് എന്റേതല്ല അങ്ങയുടേതാണ്, അങ്ങയുടേതല്ല എന്റേതാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ എങ്ങനെയാ? എന്റേതല്ല എന്റേത് തന്നെ, പിന്നെ എങ്ങനെയെങ്കിലും നിന്റേതും കൂടി ഞാൻ എന്റേതാക്കാൻ പോവാ. മനസ്സിലായോ? നമ്മുടെ പ്രാർത്ഥന അങ്ങനെ തന്നെയല്ലേ? എന്റേതല്ല എന്റേത് തന്നെയാ, പിന്നെ ബാക്കിയുള്ളത് കൂടി പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങോട്ട് ആക്കാൻ പോവാ. ഇത് നിലനിൽക്കത്തില്ല. അപ്പൊ നമ്മുടെ ഈ അലയൻസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് പറഞ്ഞില്ല. വിവാഹം എന്ന് പറയുന്ന സംഭവം എന്താ നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ ചിന്ത എന്തുവാ? സെക്സ് താല്പര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ഒരു മാർഗമാണ് വിവാഹം. യഥാർത്ഥത്തിൽ സ്വർഗ കുടുംബത്തിന്റെ നിഴലാണ് ഈ ഭൂമിയിലെ കുടുംബം. അപ്പോൾ നമ്മൾ വ്യക്തതയോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. Lord, I love you. ഈ നമ്മൾ ചില വിവാഹങ്ങളിൽ കാണാറില്ലേ, ഈ അലയൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പല അർത്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. അസോസിയേഷൻ, ഗ്രൂപ്പിംഗ്, യൂണിയൻ, കോപ്പറേഷൻ, എഗ്രിമെന്റ്, ട്രീറ്റി, പാക്ട്. ഇതാ ഈ പലപ്പോഴും ഈ ചിത്രം നിങ്ങൾ നോക്കണ്ട. ഈ ചിത്രത്തിൽ 2 ഗ്ലാസ്സാണ്. ഈ ഭാര്യയും ഭർത്താവും 2 ഗ്ലാസ് കുടിക്കുക. ഇത് ശരിക്കും തെറ്റാ. ഇത് ഒരു സിംബോളിക് മെസ്സേജാണ് ഇതിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു പാത്രത്തിൽ ജ്യൂസോ വൈനോ എന്തെങ്കിലും എടുക്കും വിവാഹവേദിയിൽ. എന്നിട്ട് എന്ത് ചെയ്യും? പുരുഷൻ കുടിക്കും, അതിൻ്റെ ബാക്കി സ്ത്രീക്ക് കൊടുക്കും. ഇത് കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ്. ഇനി 2 ഗ്ലാസ് കൊണ്ടുവന്ന് 2 പേര് കുടിക്കുകയല്ല, ഒന്നിലും കൊണ്ടുവന്നിട്ട് ഞങ്ങൾ 2 കൂടെ കുടിക്കും, ഷെയർ ചെയ്യും. ഇത് ആ രീതിയല്ല, അത് മോഡേൺ രീതിയായിരിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഷെയർ ചെയ്യുക, പരസ്പരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു സിംബോളിക് രംഗമാണ് നമ്മൾ കാണുന്നത്. പിന്നെ ചിലയിടത്ത് കാണാം, ചിലർക്ക് ഞാൻ ഈ പറയുന്നതിന് എഗ്രി ചെയ്യത്തില്ലായിരിക്കാം, ചില വിവാഹങ്ങൾ കാണാം, കേക്ക് മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കേക്കിൽ നിന്ന് എടുത്ത് പണ്ട് പഞ്ചസാര കൊടുത്തുന്നു, ഇന്ന് അതിന് പകരം 3-4 നിലയുള്ള കേക്ക് നിന്നെടുത്ത് കൊടുക്കുന്നു. അതൊക്കെ അവനവൻ്റെ സൗകര്യം പോലെ ചെയ്താട്ടെ, അതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ പറയുന്നൊരു കാര്യം, ഷെയർ ചെയ്യാൻ തയ്യാറാകുക. അതിൻ്റെ അർത്ഥം ഇനി മുതൽ നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ നമ്മുടെ ജീവിതം മധുരമായിരിക്കും, നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് പോകും. നമ്മൾ ഷെയർ ചെയ്യാൻ തയ്യാറാകണം. ഇതാണ് ഈ സന്ദേശങ്ങൾ മുഴുവൻ കാണിക്കുന്നത്. അപ്പോൾ ഇനി ഇതെന്ന് പറയുന്നത് സ്വർഗ കുടുംബത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ്. ദൈവരാജ്യം മനസ്സിലാക്കണമെങ്കിൽ തുടക്കം മുതലേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കുറേ കൂടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം സ്വർഗ കുടുംബം. ദൈവം തൻ്റെ പ്രവൃത്തികളുടെയൊക്കെ ആരംഭമായിട്ട് താൻ ആദ്യം ചെയ്തത് തനിക്ക് ഒരു മകനെ ഉണ്ടാക്കിയായിരുന്നു, ഒരു മുഖാന്തരം ഉളവാക്കുകയായിരുന്നു. ഇതാ ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്. സർവ്വ സൃഷ്ടികൾക്കും ആദ്യമായി, ആ സമയത്തിലാണ് ജീവിക്കണേ, സമയത്തിന് മുമ്പാണ് ആദിയിലാണ് ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചത്. ആദിക്ക് മുമ്പ് അനാദി എന്ന് പറയുന്ന സാധനമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ്, ഈ അനാദിയായി ശാശ്വതമായും ദൈവമാകുന്നു. ഹല്ലേലൂയ. ആ അനാദിയിൽ ദൈവം ആദ്യം ചെയ്തത് തനിക്കൊരു കുടുംബം ഉണ്ടാക്കുകയായിരുന്നു. അങ്ങനെ അതാണ് കൊളോസ്യർ 1:15 പറഞ്ഞ ക്രിസ്തുവിനെ ജനിപ്പിക്കുകയായിരുന്നു. ക്രിസ്തുവെ ജനിപ്പിക്കുക, അവൻ സർവ്വ സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതൻ. കൊളോസ്യർ 1:15 വായിച്ചു. ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സർവ്വ സൃഷ്ടിക്കും ആദ്യജാതന, അതായത് തനിക്കൊരു മുഖാന്തരം ഉളവാക്കി. മുഖാന്തരം ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനായി ക്രിസ്തു വരികയാണ്. അങ്ങനെ
ആ ക്രിസ്തുവിന്റെ കയ്യിൽ പിതാവ് എന്ത് ചെയ്തു? സർവ്വവും സൃഷ്ടിച്ച് പുത്രൻ മുഖാന്തരം സൃഷ്ടിച്ചിട്ട് എല്ലാം പുത്രന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഇതാ ക്രിസ്തു പറയുന്നത്, പിതാവ് എല്ലാം എന്നെ വരമേൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാ വീട്ടിലേക്ക് ഭാര്യ വന്നു, വിവാഹം കഴിഞ്ഞ് ഭാര്യ വന്നു കഴിയുമ്പോൾ ഭർത്താവ് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും. ഇതാണ് നമ്മുടെ ബെഡ്റൂം, ഇതാണ് നമ്മുടെ ഫണ്ട് ഇരിക്കുന്ന സ്ഥലം, ഇതാണ് നമ്മുടെ പേപ്പേഴ്സൊക്കെ ഡോക്യുമെന്റ്സ് ഒക്കെ ഇരിക്കുന്നത്, ഇതാണ് ഇന്നത് എല്ലാം ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഒരു മുഖാന്തരം വന്നിരിക്കുക. അപ്പോൾ ഹെഡ് എന്ത് പറയുന്നു അതനുസരിച്ച് മുഖാന്തരം ചെയ്യുന്നു. ഇതാ യേശു ക്രിസ്തു പറയുന്നത്, എനിക്ക് സ്വയം ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല, എൻ്റെ പിതാവ് എൻ്റെ ഹെഡ് എന്ത് പറയുന്നു അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കണം. ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റം ഇത് മനസ്സിലാകാതെ ഇത് മറച്ചു വെച്ചിട്ട് 3-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതിനെ സ്ഥാപിക്കാൻ വേണ്ടി ബൈബിളിലെ വചനം വായിക്കാതിരുന്നിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കണം. ഇതാണ് സ്വർഗീയ കുടുംബം, ദൈവ കുടുംബം. കണ്ടോ, ദൈവ കുടുംബം. ഹെവൻലി ഫാദർ തലയാണ്, ഹെഡ്. ജീസസ് ക്രൈസ്റ്റ്, സൺ, ദ വേർഡ്, ക്രൈസ്റ്റ്, വചനം അല്ലെങ്കിൽ ക്രിസ്തു എന്നൊക്കെയാണ് മകന്റെ പേര്. അതുകൊണ്ടാണ് പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദിയിലാണ് എല്ലാം സൃഷ്ടിച്ചത്. ആ സമയത്ത് ആരുണ്ട്? ക്രിസ്തു ഓൾറെഡി ഉണ്ട്, വചനം ഓൾറെഡി ഉണ്ട്. സകലതും അവൻ ആരുടെ കൂടെയായിരുന്നു? അവിടെ എഴുതിയിരിക്കുന്നു, ഇതാ ആ വചനം ദൈവത്തോട് കൂടിയായിരുന്നു, പിതാവായ ദൈവത്തോട് കൂടിയായിരുന്നു. ഇത് തന്നെയാണ് 1 യോഹന്നാനിലും പറയുന്നത്, ഇതാ പിതാവായ ദൈവത്തോട് കൂടെ ഇരുന്ന നിത്യജീവൻ, അതായത് വചനം ഞങ്ങൾക്ക് പ്രത്യക്ഷമായി. ഹല്ലേലൂയ. അപ്പോൾ ഇത് വ്യക്തത മനസ്സിലാക്കണം. എന്നിട്ട് ഈ കുടുംബമാണ് സർവ്വത്തെയും സൃഷ്ടിച്ചത്. ഇതാണ് യൂണിവേഴ്സ് താഴെ കാണുന്നത്. ഈ കുടുംബമാണ് സകലത്തെയും സൃഷ്ടിച്ചത്. സകലത്തെയും. അത് യൂണിവേഴ്സിൽ ഒരു ചെറു കണിക മാത്രമേ ഉള്ളൂ ഭൂമി. ഒരു നമ്മൾ എന്താ പറയുക, കടുക് എന്ന് മാത്രം വേണമെങ്കിൽ പറയാം. ഈ അനേകം മിൽക്കി വേ ഗാലക്സികളൊക്കെ കിടക്കുക. അതിൻ്റെ ഉള്ളിൽ ഒരു സോളാർ സിസ്റ്റം. ആ സോളാർ സിസ്റ്റത്തിൻ്റെ സൂര്യനെയാണ് നാം കാണുന്നത്. ഇതേപോലെ അനേകം സൂര്യനേക്കാൾ വലിയ എത്രയോ കോടാനുകോടി സാധനങ്ങൾ കിടക്കുന്നത്. ഇതൊന്നും ഇവിടെ നമ്മൾ കണ്ടിട്ട് പോലും അറിയത്തുമില്ല. അതൊക്കെയാണ് ഇൻഡർസ്റ്റെല്ലാർ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, മിൽക്കി വേ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ കിടക്കുകയാണ്. വാസ്റ്റ് യൂണിവേഴ്സ്. അതിൻ്റെ ഒരു ചെറു കണികയാണ് ഭൂമി. നമുക്ക് ആ ഭൂമിയെ മാത്രം വാഴാനുള്ള അധികാരം തന്നിട്ടുള്ളൂ. ഹല്ലേലൂയ. ബാക്കിയല്ല, യൂണിവേഴ്സ് മുഴുവൻ വാഴുന്ന സർവ്വപ്രപഞ്ചവും വാഴുന്ന സ്വർഗസ്ഥ പിതാവും തൻ്റെ പുത്രനായ ക്രിസ്തു. അനേക ഭരണാധികാരികളുടെ ഇടയിലുണ്ടാകും, നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. ഭരണാധികാരികൾ ദൈവം നിയമിച്ച ഭരണാധികാരികളാണ്. ഇതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്, അവനെ സർവ്വനാമത്തിനും മുകളിലുള്ള നാമം കൊടുത്തു എന്ന് പറഞ്ഞത്. അപ്പോൾ അനേക നാമങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ മുകളിലുള്ള നാമം ആർക്ക് കൊടുത്തു? പുത്രന് കൊടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതാണ് സ്വർഗീയ കുടുംബം, ദൈവ കുടുംബം. ഇനി ഇതേപോലത്തെ ഒരു കുടുംബമാണ് ദൈവം ഒരു പ്രോട്ടോടൈപ്പ് ഭൂമിയിൽ അറേഞ്ച് ചെയ്തത്. അതാണ് പുരുഷൻ തല, സ്ത്രീ ശരീരം. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പുരുഷൻ തല, സ്ത്രീ ശരീരമാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി യോജിച്ച് പറയുന്നതാണ് 1 കൊരിന്ത്യർ 11:3. അവിടെ പറയാണ് സ്ത്രീയുടെ തല പുരുഷൻ, സ്ത്രീയുടെ തല പുരുഷൻ. അപ്പൊ ഈ സിസ്റ്റം, ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റം നമ്മൾ വ്യക്തതയോടെ അറിയണം. വായിച്ചേ. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ അറിയണം. ഇത് അറിയാതെ പോകുമ്പോൾ ഈ പ്രശ്നം. സ്ത്രീയുടെ തല പുരുഷനാണെന്ന് അറിയണം. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം. ഇത് സഭകളിൽ വായിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കിയ ട്രിനിറ്റി പൊട്ടി താഴെ വീഴും. വായിക്കാൻ പറ്റത്തില്ല. അതായത് ക്രിസ്തുവിന് തല ദൈവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ കൊണ്ട് അത്യുന്നതനായ ദൈവമാക്കി വെച്ചപ്പോൾ പിന്നെ ക്രിസ്തുവിന്റെ തല വേറെ ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനെ വായിക്കാൻ പറ്റുക? ഇത് വായിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ. ഇതുപോലെ അനേക വചനങ്ങൾ വായിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നുകൂടി വായിച്ച് ആൾ കേൾക്കാത്തവരൊന്ന് കേട്ടെ, മനസ്സിലാക്കിയേ. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ നിങ്ങൾ അറിയണം. സഭയിലുള്ള ഓരോ വ്യക്തികളും അറിയണം. ഈ തല ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റം, ക്രിസ്തുവിന്റെ തല ദൈവവും എന്ന് നിങ്ങൾ അറിയണം. സ്ത്രീയുടെ അതുപോലെ അതാണ് നിങ്ങൾ കാണുന്നത്, ക്രിസ്തുവിന്റെ തല ദൈവം. അതുപോലെ അത് സ്വർഗത്തിൽ. എന്നാൽ ഭൂമിയിലേക്ക് വരുമ്പോൾ സ്ത്രീയുടെ തല പുരുഷൻ എന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. നിങ്ങൾ അറിയാതിരുന്നിട്ടെന്താ കാര്യമുള്ള? നിങ്ങളെ ഭരിച്ചിട്ട് പോകും. അവസാനം ക്രിസ്തു പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, കാര്യോടടിക്കും. അല്ല, ഈ സിസ്റ്റം നിങ്ങൾ നോക്കി, ഈ സിസ്റ്റം മുറുകെ പിടിച്ചില്ലെങ്കിൽ നമ്മളുടെ സ്വർഗരാജ്യ പ്രവചനം ഔട്ടാവും. കൊളോസ്യ ലേഖനം 2:18-19 പറയുന്ന സംഭവം ഇതാ. ആ കൊളോസ്യ ലേഖനം 2:18-19 പറയുകയാണ്, ഈ സിസ്റ്റം നമ്മൾ മുറുകെ പിടിച്ചില്ലെങ്കിൽ, തലയെ പിടിക്കുന്ന സിസ്റ്റം മുറുകെ പിടിച്ചില്ലെങ്കിൽ നമ്മുടെ വിരുദ് പോകും. വായിക്കേ. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും, അതായത് സ്വന്തം ദർശനം, അതിനെയാണ് സർവ് ചെയ്യുന്നത്.
ഞാനായിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനെ സർവ് ചെയ്യുകയാണ്. സ്വന്തം ദർശനത്തിൽ പ്രവേശിക്കുകയും തന്റെ ജഡ മനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവനാണ്. തലയെ മുറുകെ പിടിക്കാതിരിക്കാൻ, അത് ഈ ഹെഡ് സിസ്റ്റത്തെ മുറുകെ പിടിച്ചില്ലെങ്കിൽ തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. നിങ്ങളുടെ സമ്മാനം എടുത്ത് കളയരുത്, സ്വർഗരാജ്യ പ്രവചനം എടുത്ത് കളയരുത്. തലയെ മുറുകെ പിടിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യ പ്രവചനം പോയത് തന്നെ. ഹല്ലേലൂയ. അപ്പൊ തലയെ മുറുകെ പിടിക്കാതെ സ്വന്തം ദർശനങ്ങളിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളുണ്ട്. ഞങ്ങളുടെ സഭയുടെ സിസ്റ്റം, നമുക്ക് നമ്മുടെ സഭയുടെ സിസ്റ്റം ഒന്നുമില്ല, നമുക്കൊരു സിസ്റ്റമേ ഉള്ളൂ. അതാണ് സ്വർഗസ്ഥ പിതാവ് ഓർഡർ ചെയ്തേക്കണേ. അത് ക്രിസ്തുവിലൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ആ സിസ്റ്റമാണ് നമ്മുടെ സിസ്റ്റം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അത് നീ മുറുകെ പിടിച്ചില്ലേ നിന്റെ സമ്മാനം പോകുന്നു. അങ്ങനെ സമ്മാനം പോയതായിട്ട് ആരെങ്കിലും കാണിച്ചു തരാമോ നിങ്ങൾക്ക്? അതായത് സ്വർഗരാജ്യ പ്രവേശനം നഷ്ടപ്പെട്ടതായിട്ട് എവിടെയെങ്കിലും ബൈബിളിൽ കാണിച്ചു തരാമോ? മത്തായി 7, 21, 22, 23 എല്ലാം ക്രിസ്ത്യാനികളാ, യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാ, സുവിശേഷം അറിയിച്ചവരാ. കർത്താവ് എന്നാ പറഞ്ഞേ? എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നില്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനെ സ്വർഗരാജ്യം പ്രവേശിക്കുകയുള്ളൂ. ഗെറ്റ് ഔട്ട്. ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല. എല്ലാത്തിൻ്റെ വിരുദ്ധ പോയില്ലേ? കാരണം തലയെ മുറുകെ പിടിച്ചില്ല. അപ്പനെ വേണ്ടായിരുന്നു അവർക്ക്. അപ്പനെ കുറിച്ച് അവർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് അറിയത്തില്ല, അത് ചെയ്തിട്ടുമില്ല. ആകപ്പാടെ ചെയ്തത് യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. അത്രേ ഉള്ളൂ. എഴുത്തിന്റെ വചനം പറഞ്ഞു, തലയെ മുറുകെ പിടിക്കാത്ത ആരും നിങ്ങളുടെ സമ്മാനത്തെ അടിച്ചു കളയരുത്. സമ്മാനം പോവുക. 17, 20, 22, 21 വായിച്ച് സമ്മാനം പോണ പോക്ക് കാണാം. എല്ലാവരും ക്രിസ്ത്യാനികളാ, ദൈവദാസന്മാരാ. ഒരെണ്ണം സ്വർഗ്ഗത്തിൽ കയറിയില്ല. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. കേട്ടോ? ഇവരൊക്കെ ആരാ? യേശുവിനെ കർത്താവായി സ്വീകരിച്ചവർ, സുവിശേഷം അറിയിച്ചവരുവാ. യേശു എന്താ അവരോട് പറഞ്ഞേ? ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന യവനുമല്ല, എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരാണ്. അപ്പൊ യേശു അവരെ അവിടെ ആരെ കൊണ്ടുവന്നു? തൻ്റെ തലയായ പിതാവിനെ കൊണ്ടുവന്നു. ആ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരാണ് എവിടെ കിടക്കുന്നത്? സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ മക്കൾക്ക് പിതാവിന്റെ ഇഷ്ടം എന്താന്ന് പോലും അറിയത്തില്ല. അപ്പൊ നിങ്ങൾ എൻ്റെ പൊന്നു സഹോദരനെ ഒന്ന് ചിന്തിച്ച്, ഇവിടെ ഈ കടന്നു വരുന്നതിന് മുമ്പ് ശബ്ദ കാഴ്ചപരിധിയിലുള്ളവർ ശ്രദ്ധിച്ച്, ഇവിടെ ഇത് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഈ കൂട്ടത്തിൽ നിങ്ങളും പെടൂലേ? എന്താ ദൈവം ഒന്നും കേൾക്കുന്നില്ല ആൻറ്റി. ദൈവം തെരഞ്ഞെടുത്തതായതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു. ശ്രദ്ധിച്ചേ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കുക. ശുദ്ധീകരണത്തിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരായി, ദൈവത്തെ നമ്മുടെ ഉള്ളിൽ വസിപ്പിക്കുന്നവരായി വെളിപ്പെടണം. ദൈവം എന്ത് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം മുതൽ കേട്ടെ? ഒരു വചനം പറയാമോ? ദൈവം എന്ത് ചെയ്യുന്നു എന്ന് ആദ്യം മുതൽ കേട്ടെ? മോനെ, ദൈവം എന്ത് ചെയ്യുന്നു ആദ്യം മുതൽ കേട്ടെ? അറിയത്തില്ലെന്ന് എനിക്കറിയാം, കാരണം വേറെ ഏതോ ജാതി എന്ന് വന്നേക്കണതല്ലേ. അപ്പോൾ ശ്രദ്ധിച്ചേ, ഇത് മനസ്സിലാക്കുക, വീണ്ടും മനസ്സിലാക്കുക. ദൈവത്തിന്റെ വചനം ഹെബ്രായർ 2:10 പറയുന്നു, ദൈവം അനേക പുത്രന്മാരെ ഒരുക്കുകയാണെന്ന്. അനേക പുത്രന്മാരെ ഒരുക്കുന്നു. സകലത്തിലും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു. അപ്പൊ ദൈവം ഒരുക്കുന്ന പുത്രന്മാരെയാണ്. ദൈവത്തിന് ദാസന്മാരെ വേണ്ട, പുത്രന്മാരെ മതി. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കത്തില്ല, പുത്രനോ എന്നേക്കും വീട്ടിൽ വസിക്കും. നമ്മൾ തൽക്കാലം ഞാനിപ്പോൾ ദാസനാണ്, ക്രിസ്തുവിന്റെ ദാസനാണ്. പക്ഷെ അപ്പോൾ തന്നെ ഞാൻ ദൈവത്തിന്റെ മകനാണ്. എ സൺ ഹു സർവ്സ്. അപ്പോ ഇത് വ്യക്തതയോടെ മനസ്സിലാക്കണം. അപ്പോൾ ജയിക്കുന്നവൻ ദൈവത്തിന്റെ ദാസനല്ല, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ഹല്ലേലൂയ. ഭൂമിയിൽ എന്നാൽ അവയവമായി പ്രവർത്തിക്കുക, എൻ്റെ പുറത്തെ ശരീരം കൊണ്ട്. പക്ഷെ ഉള്ളിൽ ഞാൻ അങ്ങനെയല്ല, പുതിയ സൃഷ്ടിയിൽ ഞാൻ മകനാണ്. അപ്പൊ ഈ ഒരു ചിന്താതലം നമ്മുടെ ജീവിതത്തിൽ വേണം. ഞാൻ ദൈവത്തിന്റെ മകനാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതിനെയാണ് ദൈവത്തിന് ആവശ്യം. ദൈവത്തിന്റെ ഇഷ്ടം അതാ യേശു പറയാം, എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരെ അവിടെ കയറത്തുള്ളൂ. എൻ്റെ പിതാവിന് ദാസന്മാരെ അല്ല വേണ്ട, എൻ്റെ പിതാവിന് വേണ്ടത് മക്കളെയാണ്. ആ മക്കൾ ദൈവത്തെ
ദൈവത്തിൻ്റെ ജോലികൾ ചെയ്യും. അപ്പോൾ അവർ ദാസന്മാരെ പോലെ പ്രവർത്തിക്കും. പക്ഷേ അവർ ദാസന്മാരായതുകൊണ്ടല്ല, അവർ മക്കളായതുകൊണ്ട്. എ സൺ ഹൂ സർവ്സ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. ഇതാണ് യേശയ്യാ 53:10 പറയണത്. എന്തോ ഇത് തന്നെയല്ലേ പറയണേ? നിങ്ങളൊക്കെ പഠിച്ചോ? നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. കാരണം ഇതകത്ത് ഓർത്തിരിക്കത്തില്ലെന്നേ. ഇതകത്ത് ഓർത്തിരിക്കാൻ പാടാന്നേ. 53:10 എന്നാ പറഞ്ഞേ? എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും. ദൈവത്തിന് ആരെ കാണണം? സന്തതിയെ കാണണം, മക്കളെ കാണണം. അടുത്ത ആളോട് പറഞ്ഞേ, ദൈവത്തിന് ദൈവ മക്കളെ കാണണം എന്ന് പറഞ്ഞേ. ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് പറഞ്ഞേ, ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് പറ. ഹല്ലേലൂയ. ദൈവത്തിന് ദൈവമക്കളെ കാണണമെന്ന്. ഹല്ലേലൂയ. ഒരു രണ്ടുപേരോട് പറഞ്ഞേ. ഒരു കാര്യം ചെയ്യും, എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. നമുക്ക് ഇതൊന്ന് ഇളക്കാം. ഒന്ന് ഇളക്കാം. ഒരാൾ ഒരു 5 പേരോടെങ്കിലും പോയി പറഞ്ഞിട്ട് വാ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 5 പേരോടെങ്കിലും. നിങ്ങൾ ഇളകാതെ 5 പേരോട് പറയാൻ പറ്റൂല. ഒന്ന് ഇളകി. ദൈവത്തിന് ദൈവ മക്കളെ കാണണം. മിനിമം 5. എത്ര മാക്സിമം എത്ര ആയാലും കുഴപ്പമൊന്നുമില്ല. മിനിമം 5. ഓൺലൈനിലായിരിക്കുന്ന നിങ്ങളും പോയി അടുത്തുള്ളവരോടൊക്കെ പറ. അല്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു 5 പേർക്കെങ്കിലും മിനിമം മെസ്സേജ് വിടുക. 5 കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും. യെസ്. ദൈവത്തിന് വേണ്ടത് ദൈവം മക്കളെ കാണുക. അതാ ദൈവത്തിന്റെ ഇഷ്ടം. അതാ ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന് കാണേണ്ടത് ദൈവം മക്കളെയാ. ഇതുകൊണ്ടാണ് നമ്മൾ കേട്ട തബോഹ് അവനെ വംശത്തേക്കിനെ പറയുക. ദൈവത്തിന് തന്റെ വംശത്തെ കാണണം. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. ഇതാ ദൈവത്തിന് ഇഷ്ടം. ഇതാ ക്രിസ്തു പറയുന്നത്, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും സ്വർഗ്ഗരാജ്യം പ്രവേശിക്കത്തില്ല. ദൈവത്തിന് വേണ്ട തന്റെ വംശത്തെയാണ്. ദൈവ മക്കളായി വെളിപ്പെടണം. അതെങ്ങനെയാണ്? ശുദ്ധീകരണത്തിലൂടെ വേണം ദൈവമക്കളായി വെളിപ്പെടാൻ. ക്രിസ്തുവെ അനുഗമിക്കുന്നതിലൂടെ വേണം ദൈവമക്കളായി വെളിപ്പെടാൻ. ഇരുന്നാട്ടെ, പ്രാർത്ഥനയോടെ ദിവസം തീരുന്നാട്ടെ. ലോർഡ് ഐ ലവ് യു. അപ്പോൾ പെട്ടെന്ന് ഫാമിലി ലൈഫിൽ നിന്ന് വീണ്ടും തിരിച്ച് നമ്മൾ അതിലേക്ക് പോകും അല്ലേ? കാരണം അത് വളരെ പ്രാധാന്യം. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ദൈവമക്കളായി വെളിപ്പെടണം. അല്ലാണ്ട് ചുമ്മാതെ നമ്മുടെ തലയെ മുറുകെ പിടിക്കാത്തവൻ നമ്മുടെ വിരുദ്ധ സമ്മാനത്തെ അടിച്ച് മാറ്റരുത്. അപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചേ, ഈ സംഭവം മനസ്സിലാക്കുക. സ്വർഗത്തിലെ ആ സെറ്റപ്പ് തന്നെയാണ് ഭൂമിയിൽ. ഇനി നമ്മൾ നേരത്തെ കേട്ടില്ലേ ഒരു വചനം? നിങ്ങൾ കേട്ടോ? സ്വർഗസ്ഥ പിതാവ് ഉൽപ്പത്തിയിൽ പറഞ്ഞത് എന്തുവാ? പുത്രനോടാണെന്ന് അവിടെ എഴുതിയിട്ടില്ല, എങ്കിലും പുത്രനാണത്. മറ്റുള്ള വചനങ്ങൾ നോക്കുമ്പോൾ അറിയാം. പുത്രനോട് പറയുന്ന കാര്യം അനന്തരം ദൈവം. ഈ വ്യക്തിയാണ് അത്യുന്നതനായ ദൈവം, സ്വർഗസ്ഥ പിതാവ്. മുഖാന്തരമായ തന്റെ മകനോട് പറയാണ്, നാം നമ്മുടെ സ്വരൂപത്തിൽ. നാം, അതായത് ഞാനും നീയും. എന്റെ സ്വരൂപം മാത്രമല്ല, നിന്റേത് മാത്രമല്ല, നമ്മുടെ സ്വരൂപത്തിൽ. ഒരു ഭർത്താവ് ഭാര്യയോട് പറയുന്നത് പോലെ ഇനി നമുക്ക് മക്കളൊക്കെ ആകാം. 2 വർഷം കല്യാണം കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് നടന്നില്ലേ? ഇനി മക്കളൊക്കെ ആകാം എന്ന് പറയുന്ന ഒരു തലം പോലെ. അങ്ങനെയാണ് ചിന്തിക്കരുത്. നിങ്ങൾക്ക് പറയാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പിതാവ് പുത്രനോട് പറയാണ്, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ. നമ്മുടെ സാദൃശ്യം എന്താ? ദൈവം. എല്ലാം ദൈവ കാറ്റഗറിയാ. മനസ്സിലായോ? നമ്മുടെ സാദൃശ്യത്തിൽ ആരെ ഉണ്ടാക്കാം? മനുഷ്യരെ ഉണ്ടാക്കാം. നമ്മുടെ സാദൃശ്യം എന്താ? ഹെഡ് ആൻഡ് ബോഡി. സ്ട്രക്ചർ ആൻഡ് ലൈക്ക്നെസ് എന്ന് പറയുന്നത് ആ സ്ട്രക്ചറാണ്. അതായത് നമ്മുടെ സ്ട്രക്ചറും സ്വഭാവവും ക്യാരക്ടർ, അതായത് സ്ട്രക്ചർ ആൻഡ് ക്യാരക്ടർ. ഇതില് ദൈവത്തിന്റെ ആ സ്ട്രക്ചറും ക്യാരക്ടർ അതേ രൂപത്തിൽ ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റത്തിൽ നമുക്ക് ആരെ ഉണ്ടാക്കാം? മനുഷ്യരെ ഉണ്ടാക്കാം. എന്നിട്ട് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുകയാണ്, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇനി ആ സ്വരൂപം എന്താ? താഴേക്ക്. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. കണ്ടോ? ഹെഡ് ആൻഡ് ബോഡി ആയിട്ട് അവരെ സൃഷ്ടിച്ചു. അപ്പൊ ദൈവവും ഹെഡ് ആൻഡ് ബോഡിയാ. ഹല്ലേലൂയ. ഒന്ന് കാരണഭൂതൻ, മറ്റേത് മകൻ മുഖാന്തരം. കാരണഭൂതൻ ഹെഡ്, മുഖാന്തരം ബോഡി. ഇതേപോലെ തന്നെ ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു. ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റം രണ്ടും ഒന്ന് തന്നെ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഇത് ഈ ബേസ് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ ഈ ഇതുവരെയുള്ള ഈ ട്രിനിറ്റി പരിപാടിയൊക്കെ താഴെ പോകും. യഥാർത്ഥത്തിൽ ബേസ് മനസ്സിലാകണം. ഇതാണ് സ്വർഗത്തിലെ കുടുംബം. പിതാവ് തന്റെ പുത്രനായ ക്രിസ്തു, ഹെഡ് ആൻഡ് ബോഡി. ഭൂമിയിലെ കുടുംബം പുരുഷൻ സ്ത്രീ, ഹെഡ് ആൻഡ് ബോഡി. അപ്പോ ഈ ഒരു സിസ്റ്റം മനസ്സിലാകണം. ഇതിനെ തല തിരിച്ചാൽ പോയി, തലയെ മുറുകെ പിടിക്കാതെ പോയാൽ ആൾ ഔട്ടായി. അപ്പൊ ഈ സിസ്റ്റം നിൽക്കണം. ഇനി അടുത്ത കണ്ടോ കേട്ടോ, ക്രമം കാണണം. ഈ ക്രമം തെറ്റരുത് നിങ്ങളുടെ ജീവിതത്തിൽ. ഇത് ഭൂമിയിലെ കുടുംബക്രമം, സ്വർഗത്തിലെ കുടുംബക്രമത്തിന്റെ ഒരു പ്രോട്ടോടൈപ്പാണ്. ഇത് നമ്മൾ പഠിക്കേണ്ടത്. ഇനി വേറൊന്ന് പഠിക്കാം. ഇതാണ്
സ്പിരിച്വൽ ഫാമിലി. അതാണ് സഭ. ഈ കാണുന്നതാണ് സഭ. കണ്ടോ, സഭാക്രമം. ഭൂമിയിലെ കുടുംബം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ജഡ ഫാമിലി, ജഡീക കുടുംബം. ഈ സഭ എന്ന് പറയുന്നത് സ്പിരിച്വൽ കുടുംബം. സ്പിരിച്വൽ കുടുംബത്തിലേക്ക് വരുമ്പോൾ ബോഡി വളരും. പറഞ്ഞേ, ബോഡി വളരും എന്ന് പറഞ്ഞേ. ഇവിടെ ഭൂമിയിലെ കുടുംബത്തിൽ സ്ത്രീയാണ് ബോഡി, ശരീരം. പക്ഷേ ആത്മീയ കുടുംബത്തിലേക്ക് വരുമ്പോൾ സ്ത്രീയും പുരുഷനും ബോഡിയായി, ബോഡി വളർന്നു. സഭയിലേക്ക് വരുമ്പോൾ സ്ത്രീയും പുരുഷനും ബോഡിയായി, രണ്ടുപേരും ആ സ്ത്രീ കഥാപാത്രമാണ്. കാന്ത എന്നാ വിളിക്കണേ, കാന്ത. സഭയെ എന്താ വിളിക്കണേ? കാന്ത. അതായത് പുരുഷനും സ്ത്രീ സഭയുടെ ഉള്ളിലുണ്ട്. ഭൂമിയിലെ കുടുംബത്തിലെ പുരുഷനും സ്ത്രീയും സഭയുടെ ഉള്ളിലുണ്ട്. അതായത് തലയും ശരീരവും. പുരുഷനാണ് ഭൂമിയിലെ കുടുംബത്തിന്റെ തല, സ്ത്രീയാണ് ശരീരം. ഇത് രണ്ടും സഭയിലേക്ക് വരുമ്പോൾ ഇത് രണ്ടും ബോഡിയായി മാറി. ബോഡി വളർന്നു, സ്ത്രീയും പുരുഷനും ബോഡിയായി മാറി. കിട്ടിയോ? മനസ്സിലായോ? എൽദോസെ, മനസ്സിലായോ? അത് ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചത് മനസ്സിലാക്കിയിരിക്കണം. എങ്കിലേ എഫക്റ്റീവായിട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അറിവില്ലാത്തവൻ എല്ലാ മേഖലയും വീണുപോകും. ഈ അറിവ് നമ്മളെ സ്വതന്ത്രമാക്കും. ഇതാ കർത്താവ്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഇനി ഇതാണ് സഭാക്രമം. ഇനി ദൈവരാജ്യക്രമമുണ്ട്. അടുത്തത് ദൈവരാജ്യക്രമം. ദൈവരാജ്യക്രമത്തിലേക്ക് വരുമ്പോൾ ബോഡി വീണ്ടും വളരും. ഇത് സഭാക്രമമാണ്. സഭയുടെ തലയാണ് ക്രിസ്തു. ഇതുകൊണ്ട് കൊളോസ്യർ 1:18 പറയുന്നത്, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. ക്രിസ്തു സഭ എന്ന ശരീരത്തിന്റെ തലയാ. ഹല്ലേലൂയ. ഇനി ദൈവരാജ്യത്തിലേക്ക് വരുമ്പോ ശ്രദ്ധിച്ചോട്ടോ, ഈ ഭൂമിയിൽ സ്ത്രീ മാത്രമേ ഉള്ളൂ ശരീരം. സഭയിലേക്ക് വരുമ്പോൾ സ്ത്രീയും പുരുഷനും ബോഡി, ശരീരം. ഇനി ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ശരീരം വളരുകയാണ്. സ്ത്രീയും പുരുഷനും ക്രിസ്തുവും ശരീരം. ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ സ്ത്രീയും പുരുഷനും ക്രിസ്തുവും ശരീരമായി. അവിടെ തലയാണ് അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ്. മനസ്സിലായോ? ഹല്ലേലൂയ. ഇത്ര ക്ലിയർ ആയിട്ട് ദൈവം പറഞ്ഞു തന്നില്ലേ? ഹല്ലേലൂയ. ഇനി ഇത് മറക്കാൻ ഇടയാകരുത്. അതായത് ഏറ്റവും പ്രോട്ടോടൈപ്പ്, ഏറ്റവും ചെറുതായിട്ട് ഭൂമിയിലെ കുടുംബം, ഇതിന്റെ പ്രോട്ടോടൈപ്പാണ്, സാമ്പിള്. അത് ജഡ കുടുംബമാണ്. അതാണ് ജഡത്താൽ ജനിച്ച ജഡം എന്ന് പറയുന്നത്. പിന്നെയാണ് സഭ, അത് ആത്മകുടുംബമാണ്. ആത്മകുടുംബത്തിൽ സ്ത്രീയും പുരുഷനും ബോഡിയാണ്, ക്രിസ്തു തലയാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് അവൻ സഭ എന്ന ആ ശരീരത്തിന്റെ തലയാണ്. ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ ഇതാ ക്രിസ്തുവും പുരുഷനും സ്ത്രീയും എല്ലാം ബോഡിയാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം കൊളോസ്യർ 2:9 പറയുന്നത്, ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ശരീരരൂപത്തിൽ ക്രിസ്തുവിൽ വസിക്കുന്നു. ഏത് രൂപത്തിൽ? ശരീരരൂപത്തിൽ, ബോഡിലി ഫോം. വായിച്ചേ. ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. മനസ്സിലായോ? ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ തലയുടെ സർവ്വസമ്പൂർണതയും ശരീരരൂപമായി വസിക്കുന്നത്. അപ്പൊ ഇത് വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കുക. ഈ വചനങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. നമ്മളിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഇത് മനസ്സിലാക്കണം. അപ്പോൾ ഇത് നമ്മൾ കേട്ടു. ദൈവരാജ്യത്തിന്റെ സ്വർഗത്തിലെ കുടുംബക്രമം, ഭൂമിയിലെ കുടുംബക്രമം, സഭാ കുടുംബക്രമം, ദൈവരാജ്യ കുടുംബക്രമം. ഹല്ലേലൂയ. അപ്പൊ ആദ്യ കുടുംബം ഈ കുടുംബം തമ്മിൽ വ്യത്യാസമുണ്ട്. കണ്ടോ? ആദ്യ കുടുംബം വംശമില്ലായിരുന്നു, ഏകജാതം മാത്രമേ, നോക്കിയേ, ഏകജാതം മാത്രമേ ഉള്ളൂ, വംശമില്ലായിരുന്നു. എന്നാൽ ദൈവം എന്താ ചെയ്യണേ? ഈ ഏകജാതനിലൂടെ തനിക്ക് വംശം ഉണ്ടാക്കുക. അങ്ങനെ അവസാനം വരുമ്പോൾ സ്വർഗ കുടുംബവും ദൈവരാജ്യം എന്തായി? അനേകം മക്കളോടുകൂടെ ആയി. മനസ്സിലായോ? ഈ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ, ആ മകനിലൂടെ നോക്കിയേ അനേക മക്കളായി. പിടുത്തം കിട്ടിയ? അങ്ങനെ ആ ഏകജാതനായ ക്രിസ്തു ആദ്യജാതനായി, നമ്മളെല്ലാം ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിന്റെ മക്കളായി മാറി. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ദൈവം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. വർഷങ്ങളായി കൺഫ്യൂഷനിൽ കിടന്ന സംഭവങ്ങളാണ് വളരെ സിമ്പിളായിട്ട് ദൈവം മനസ്സിലാക്കി തരുന്നത്. അപ്പം ഇത് മനസ്സിലാക്കി നമ്മൾ തിരിച്ചറിയുക, വചനം നോക്കി ഉറപ്പിക്കുക, ബരോവരുള്ളവരെ പോലെ ഉറപ്പിക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഉറക്കാതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾ വീടുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം ഇത് ഉറക്കുക. ഇത് എന്നിൽ നിങ്ങൾ പ്രാപിക്കുന്ന സെക്കൻഡ് ഹാൻഡാ. ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് തന്നപ്പോൾ സെക്കൻഡ് ഹാൻഡാ. നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ മുട്ടുമടക്കി അത് ഫസ്റ്റ് ഹാൻഡ് ആക്കി എടുക്കണം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം.
അപ്പോൾ അത് ഉറയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഞങ്ങൾക്ക് ബൈബിൾ കോളേജിൽ പഠിച്ചപ്പോൾ ഇതൊന്നും ബൈബിൾ കോളേജിൽ പഠിച്ചതല്ല കേട്ടോ, ഇതൊക്കെ ദൈവം പഠിപ്പിക്കണം. ബൈബിൾ കോളേജിൽ പഠിച്ചപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച ദേവാസം പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ കള്ളനെ കണ്ട് കുരയ്ക്കുന്ന പട്ടിയുണ്ട്, അത് കുരച്ചോണ്ടേയിരിക്കും. ഈ പട്ടി കുരയ്ക്കണ കേട്ടിട്ട് വേറെ പട്ടികൾ കുരയ്ക്കാം. ഈ പട്ടി കുരയ്ക്കണ കേട്ടിട്ട് വേറെ പട്ടി അപ്പുറം ഇപ്പുറമൊക്കെ കുരയ്ക്കും. അതുങ്ങൾ പെട്ടെന്ന് കുറേ നിർത്തും. പക്ഷെ കള്ളനെ കണ്ട പട്ടി കുറച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? എനിക്ക് സംബന്ധിച്ച് ഇത് ഫസ്റ്റ് ഹാൻഡ് ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ചത് സെക്കൻഡ് ഹാൻഡാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഫസ്റ്റ് ഹാൻഡാക്കി ദൈവസന്നിധിയിൽ പ്രാപിക്കണം. എന്നിട്ട് നിങ്ങൾ പറയുമ്പോൾ അതിന് ബലമുണ്ട്. ഇതുകൊണ്ടാണ് എനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കുക, എഴുതി തരിക, ചോദിക്കുക. പിന്നെ എന്തെങ്കിലും ഞാൻ ബൈബിൾ ഇല്ലാത്ത പറയുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് എല്ലാ ദേവദാസന്മാരെയും പറയുന്നത്, എല്ലാ ദേവദാസന്മാരും അവരുടെ പ്രസംഗത്തിന് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഇത് തന്നെ പറയണം. ഞാൻ ബൈബിളിൽ ഇല്ലാത്ത എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ ചോദ്യം ചെയ്യാം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ആ ക്രിസ്തുവിൻ്റെ ചിന്തകളോട് അലൈൻ ചെയ്യാം. നമ്മുടെ ചിന്തകളൊക്കെ വിടാം, സ്വന്തം ദർശനമൊക്കെ വിട്ടിട്ട് ക്രിസ്തുവിൻ്റെ ചിന്തകളോട് അലൈൻ ചെയ്യപ്പെടാം. അപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എനിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഈ ചിന്തിക്കുകയാണ്. ഓ ഫാദർ വി താങ്ക് യു. ഇനി നമ്മൾ വിവാഹ ജീവിതത്തിൻ്റെ ആ അലയൻസിലേക്ക് പോയി. ആ അലയൻസിൽ പരസ്പരം ഷെയർ ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. തയ്യാറായില്ല എങ്കിൽ ലോഡല്ല. നമ്മുടെ കുടുംബ തകർച്ചകളുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അതെൻ്റെ ഡ്രീം കാറാണ്, അതെൻ്റെ ഡ്രീം കാറാണ്, അതെൻ്റെ ഡ്രീം ബൈക്കാണ്, അതെൻ്റെ ഡ്രീം ഫോണാണ്, എൻ്റെ ഡ്രീമാ കിട്ടിയല്ലോ അല്ലേ? ഇതേപോലെ തന്നെയാണ് വിവാഹത്തിലും. നമ്മൾ നമ്മുടെ ഡ്രീമിനെ അന്വേഷിക്കുകയാണ്. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഡ്രീമിനെ നമുക്ക് കിട്ടില്ല. നമ്മുടെ ഡ്രീമിനെ കിട്ടില്ല. നാം ഇതിനെ പണിതെടുക്കണം. ഡ്രീമിനെ ഒരു പുരുഷൻ അന്വേഷിക്കുന്ന ഒരു ഡ്രീം വൈഫിനെ പുരുഷന് കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷെ കിട്ടും. ദൈവം തരുന്ന അതിൻ്റെ റോ മെറ്റീരിയലാണ്. പുരുഷൻ വേണം അതിനെ പണിതെടുക്കാൻ, ഡ്രീം ആക്കി പണിതെടുക്കണം. ഇതുപോലെ തന്നെ സ്ത്രീയും മനസ്സിലാകണം, നിന്റെ ഡ്രീം ഹസ്ബൻഡിനെ കിട്ടൂല. ദൈവം തരും. ഡ്രീം ഹസ്ബൻഡിന് വേണ്ട റോ മെറ്റീരിയൽ ആയിട്ട് ഒരാളെ തരും. ഈ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അറിയാമോ? ഈ സിമെന്റ് ഉണ്ടാക്കാൻ സിമെന്റ് ആയിട്ടല്ല കൊടുക്കണേ. പിന്നെ എന്താ കൊടുക്കുക? കുറെ പാറ കഷ്ണങ്ങൾ, ക്ലിങ്കർ എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങളാണ്. ഇത് ശരിയാക്കി പ്രോസസ് ചെയ്ത് സിമെന്റ് ഉണ്ടാക്കി എടുക്കണം. ഇതേപോലെ കുഞ്ഞെ, നിനക്ക് വേണ്ട ഡ്രീം ഹസ്ബൻഡിനെ നീ ഉണ്ടാക്കിയെടുക്കണം. ഹല്ലേലൂയ. പുരുഷനോട് പറയും, നിനക്ക് വേണ്ട ഡ്രീം വൈഫിനെ അവളുടെ റോ മെറ്റീരിയൽ ദൈവം തരും, നീ അതിനെ ഉണ്ടാക്കി എടുക്കണം. ആ പണിയുണ്ട്. അപ്പൊ പുരുഷനും സ്ത്രീയും കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും പണിയായി. അങ്ങോട്ടും ഇങ്ങോട്ടും പണിതെടുക്കണം. ഇപ്പൊ എക്സാമ്പിള്, യേശു ക്രിസ്തുവിന് ഒരു കാന്തയെ കിട്ടി. തൻ്റെ ഡ്രീമൊന്നുമല്ല ഈ സാധനം. താൻ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും, അങ്ങനെയാണ് സാധനം. നമ്മുടെ കാര്യം പറഞ്ഞേ. ഇതാണ് യേശു ചോദിക്കുന്നത്. നിങ്ങൾ എന്നെ ഭർത്താവേ എന്നല്ല, കർത്താവേ എന്ന് വിളിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ ഒന്നും അനുസരിക്കുന്നില്ലല്ലോ. അപ്പൊ ഏതേനമാണ് ഈ കിട്ടിയാക്കണേ? തൻ്റെ ഡ്രീമാണോ കിട്ടിയാക്കണേ? അല്ല. ലൂക്കോസ് 6:46 അവിടെ പറയുകയാണ്, നിങ്ങളെന്നെ കർത്താവേ എന്ന് വിളിക്കുന്നു, പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങൾ അനുസരിക്കുന്നില്ല. അപ്പൊ കിട്ടിയങ്ങനെ എന്തുവാ? ഒരു തലതിരിഞ്ഞ സാധനത്തിനെയാ. ഇനിയിപ്പോ യേശു അതുകൊണ്ട് ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചോ? ഇല്ല. യേശു തീരുമാനിച്ചു പണിതെടുക്കാം ഏതായാലും. അപ്പൊ റോ മെറ്റീരിയലേ കിട്ടിയിട്ടുള്ളൂ, ഇനി പണിതെടുക്കണം. വായിച്ചേ. ലൂക്കോസ് 6:46 നിങ്ങൾ എന്നെ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? അപ്പോ ഇതാണ് യേശുവിന്റെ അവസ്ഥയെങ്കിൽ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ അവസ്ഥ അതൊക്കെ തന്നെയായിരിക്കും.
നീ എന്നെ ഭർത്താവേ ഭർത്താവേ എന്ന് വിളിക്കുന്നു, പക്ഷെ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ നീ അങ്ങോട്ട് പോകും. ഇതാണ് അവസ്ഥ. അപ്പൊ യേശു ഡിവോഴ്സ് ചെയ്തോ? ഇല്ല. അപ്പൊ എല്ലാ പുരുഷന്മാർക്കും ഒരു മെസ്സേജാണ്, യേശു ഡിവോഴ്സ് ചെയ്തില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവോഴ്സ് ചെയ്യരുത്. പിന്നെ യേശു എന്ത് ചെയ്തു? അവളെ അങ്ങ് സഹിച്ചു. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാ പുരുഷന്മാരും എന്ത് ചെയ്തോളണം? കിട്ടിയ ഭാര്യ സഹിച്ചോളണം. മനസ്സിലായോ? സഹിച്ചോളണം. ഇനി സഹിക്കുക മാത്രമല്ല, ഈ സഹിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഡിവോഴ്സ് നടക്കും. പിടുത്തം കിട്ടിയ ഡിവോഴ്സ് നടക്കും. മനസ്സിലാക്കിക്കോളണം, ഇവളാണ് എൻ്റെ ഡ്രീം വൈഫ്. ഇവളുടെ ഉള്ളിൽ ഡ്രീം വൈഫ് ഉണ്ട്, ഞാനത് പുറത്തെടുക്കണം. ഇത് നമ്മുടെ ഡ്യൂട്ടിയാ. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ യേശു അതല്ലേ ചെയ്യണേ? ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന സഭ. മനസ്സിലായോ? അപ്പൊ യേശു അവിടെ എഴുതിയിരിക്കുക ദൈവത്തിന്റെ വചനത്തിൽ, ഇവളെ ശരിയാക്കി എടുക്കാൻ ഇവൾക്ക് അനുദിനം വചനം കൊടുത്ത് കറയും ചുളുക്കവും ഒന്നും ഇല്ലാത്തവളായി. അപ്പൊ ഇപ്പൊ അവൾക്ക് എന്തൊക്കെയുണ്ട്? കറയുണ്ട്, ചുളുക്കമുണ്ട്, എല്ലാവിധ പ്രശ്നങ്ങളും ഉണ്ട്. അവളെ കറയും ചുളുക്കവും ഒന്നും ഇല്ലാത്തവളായി ഒരുക്കിയെടുക്കാൻ തന്നെ അവളെ ഏൽപ്പിച്ചു കൊടുത്തു. പിടുത്തം കിട്ടിയ? അപ്പൊ എന്താ ചെയ്യണേ? തൻ്റെ ഡ്രീം വൈഫിനെ ഒരുക്കുക. അവളിന്ന് അവളുടെ സ്വന്തം രാജ്യമാണ്, സ്വന്തം ഇഷ്ടമാണ്. അവളെ ആരാക്കി മാറ്റണം? ദൈവരാജ്യമാക്കി മാറ്റണം. എന്നിട്ട് ദൈവരാജ്യമാക്കി ഞാൻ അവളെ മാറ്റിയിട്ട് ഞാൻ അവളെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് അപ്പന് ഏൽപ്പിക്കും. ഇതാ അപ്പ നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന പുതിയ മോള്. മനസ്സിലായോ? ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇതിനെ സമ്മതിക്കാത്ത എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് എല്ലാ വാഴ്ചകളെയും നീക്കം ചെയ്തിട്ട് ഒടുക്കത്തെ ശത്രുവായ മരണത്തെ നീക്കിയിട്ട് അവളെ, കിങ്ഡത്തെ പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും, വീട്ടിൽ കൊണ്ടാക്കും. പിടുത്തം കിട്ടിയ? എത്ര നല്ല കല്യാണമല്ലേ? ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാ പുരുഷന്മാർക്കൊരു മാതൃകയാണ്. അവളെ സഹിക്കുക മാത്രമല്ല, അപ്പൊ തന്നെ ഒരുക്കുകയും ചെയ്യണം. ചിലർ പറയുന്നുണ്ട്, എൻ്റെ പാസ്റ്റർ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ കുടുംബം ഇങ്ങനെ ആവില്ലായിരുന്നു. ക്രിസ്തുവിൻ്റെ മോഡലായിരിക്കണം നമ്മൾ. ക്രിസ്തുവിൻ്റെ മോഡൽ. അത് അറിയാത്തതിൻ്റെ കാരണം നമ്മുടെ തല ക്രിസ്തു അല്ലായിരുന്നു. അതാ പ്രശ്നം. ഇത് പഠിപ്പിച്ചു തരാൻ ആള് വേണ്ടേ? പുരുഷന്റെ തല ക്രിസ്തു. പുരുഷന്റെ തല ക്രിസ്തു ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ റോ മെറ്റീരിയലിനെ മനോഹരമായ ഒരു ഭാര്യയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട്. ഇനി സഹോദരിമാരോട് പറയുകയാണ്, എൻ്റെ കുഞ്ഞെ, നീ ചിന്തിക്കണത് ആ ഡ്രീം ഹൈ. ഇതാ നിനക്കൊരു വണ്ടി കണ്ടു, ഒരു ഹോണ്ട CR-V കണ്ടു, ബ്യൂട്ടിഫുൾ വണ്ടിയാണ്. അപ്പൊ അത് കാണുമ്പോൾ പലരും പറയും, ഓ ഇതെൻ്റെ ഡ്രീം കാറാ. അതേപോലെ കിട്ടില്ല. പകരം ഇതേപോലെ ഒരു റോ മെറ്റീരിയലേ കിട്ടുള്ളൂ. ക്രിസ്തുവിനെ പോലെ ഒന്നിനെ കിട്ടത്തില്ല. ഒരു റോ മെറ്റീരിയലേ കിട്ടുള്ളൂ. അതിനെ നീ ആക്കിയെടുക്കണം നിന്റെ ഡ്രീം ഹസ്ബൻഡായിട്ട്. ക്രിസ്തുവിനെ പോലെയുള്ള, ക്രിസ്തുവെ അനുസരിക്കുന്ന നല്ല ക്രിസ്തുവിൻ്റെ ബോഡിയായ ഒരു ഹസ്ബൻഡാക്കി ആക്കിയെടുക്കണം, പണിതെടുക്കണം. ഈ മനസ്സിൽ സഹനത്തിലൂടെ തന്നെ പോകണം പണിതെടുക്കാൻ. കണ്ണുനീരോടെ വിതയ്ക്കേണ്ടി വരും. പക്ഷെ മനസ്സിലാക്കിക്കോ, അങ്കിൽ ആർപ്പോടെ കൊയ്യുന്നൊരു ദിവസമുണ്ട്. കണ്ണുനീരോടെ കരയേണ്ടി വരും. ആക്കിയെടുക്കണം, പണിതെടുക്കണം. നിങ്ങൾ അങ്ങനെയല്ലയോ മനുഷ്യ, നിങ്ങൾ ഇങ്ങനെയല്ലയോ മനുഷ്യ, കിഴക്കിലെ ജോർജിനെ നോക്ക് മനുഷ്യ. നിങ്ങൾ പണിയല്ല, നിങ്ങൾ ചുറ്റുകൊണ്ട് അടിച്ച് തകർക്കുക. നിങ്ങളിപ്പോ ബുൾഡോസറായി മാറി, ബുൾഡോസർ വൈഫ്. ഇടിച്ച് പൊളിക്കരുത്. ഇവരെ പണിതെടുക്കണമെങ്കിൽ വേണ്ടത് ബഹുമാനം ആദ്യം പോണം, റെസ്പെക്റ്റ് ആദ്യം പോണം. കാരണം ഇത് ആരാ? തലയാ. ദൈവം ഡിസൈൻ ചെയ്തേക്കണ അങ്ങനെയാ. ആ തലയുടെ റെസ്പെക്റ്റ് ബോഡി കൊടുക്കുകയാണെങ്കിൽ ഇവരെ പണിതെടുക്കാൻ എളുപ്പമാണ്. ശ്രദ്ധിക്കുക, സ്വർഗസ്ഥ പിതാവ് തലയാ. യേശുക്രിസ്തു പറഞ്ഞ കേട്ടിട്ടുണ്ടോ? ആ തലയുടെ റെസ്പെക്ട് കൊടുക്കുന്ന കേട്ടിട്ടുണ്ടോ? പലരും വന്ന് പലതും ചോദിക്കുന്നു യേശുവിനോട്. യേശു പറയുന്നു, അതൊക്കെ എൻ്റെ പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിരുന്ന കാര്യം, എനിക്കുള്ളതൊന്നും അല്ല അത് ചെയ്യാൻ. അത് ചെയ്യുന്നത് ഞാനല്ല, അതൊക്കെ എൻ്റെ പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിരുന്ന കാര്യങ്ങളാ.
ഇടത്തും വലത്തും ഇരിക്കാനൊക്കെ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ രാജ്യത്ത്. അതൊന്നും എൻ്റെ കയ്യിൽപ്പെട്ടതല്ല, പിതാവാ ചെയ്യണതൊക്കെ. കണ്ടോ, അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമുണ്ടോ? അതുകൊണ്ട് ഹവ്വയെ പോലെയല്ല. ഹവ്വ എന്താ ചെയ്തേ? പിശാചി ഒന്ന് ഹവ്വയോട് പറഞ്ഞു, ഇത് നല്ല സാധനം കേട്ടാ, ഈ പഴം കഴിച്ചോട്ടാ. ഭർത്താവ് പറഞ്ഞതാ അവളോട്, അത് കഴിക്കരുത് പിതാവ് പറഞ്ഞിട്ടുള്ളതാ. അത് നേരെടുത്ത് കഴിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ ഭർത്താവിനെ അതുകൊണ്ട് കൊടുത്തു, ഭർത്താവിനെയും വീഴ്ത്തി. ആദ്യ കുടുംബം ശപിക്കപ്പെട്ടു. തലയെ മുറുകെ പിടിക്കാതിരുന്ന നമ്മുടെ അവസ്ഥ ഇതാ, പോയത് തന്നെ. ബിരുദ പോവും, സമ്മാനം പോവും. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ഭാഗം വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഡ്രീം ഹസ്ബൻഡ്, നിങ്ങളുടെ ഡ്രീം ഹസ്ബൻഡ് നിങ്ങൾക്ക് കിട്ടില്ല, പകരം റോ മെറ്റീരിയൽ കിട്ടും, പണിതെടുത്തോണം. അപ്പൊ ഇവർക്ക് ബഹുമാനം കൊടുക്കണം. ബഹുമാനം കൊടുത്താലേ പണിതെടുക്കാൻ പറ്റൂ. അല്ലാണ്ട് നമ്മുടെ തോന്നിയതുപോലെ സ്വന്തം ഇഷ്ടത്തെ സർവ് ചെയ്യും, പിന്നെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇരുന്നിട്ട് യാതൊരു കാര്യവും. അവർക്ക് ബഹുമാനം കൊടുത്താൽ പണിതെടുക്കാൻ പറ്റും. ബഹുമാനം കൊടുക്കണം. കാരണം അവർക്കും അറിഞ്ഞുകൂടാ ഒരു ഭർത്താവ് എങ്ങനെയാണെന്നുള്ളത്. പിശാച് തല്ലി ചതച്ച് അവസാനം തുപ്പിയിട്ടങ്ങനെ സാധനത്തിനെയാണ് ഭർത്താവായിട്ട് കിട്ടിയത്, തിരിച്ച് ഭാര്യയായിട്ട് കിട്ടിയേക്കണേ. ഉൽപ്പത്തിയിൽ സൃഷ്ടിച്ച സാധനത്തിനെ അല്ല കിട്ടിയേക്കണേ. ഉൽപ്പത്തിയിൽ ദൈവം പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചാക്കിയപ്പോ അവരെ പിശാച് ചവച്ചു തുപ്പിയതല്ല. ദൈവ തേജസ്സുള്ളവരായിരുന്നു വിവാഹം കഴിക്കുന്നത് ആദ്യം. ഹലോ, മനസ്സിലായോ? ആദ്യം വിവാഹം കഴിച്ചത് ദൈവ തേജസ്സുള്ള പുരുഷനും സ്ത്രീയുമാണ്. പക്ഷെ ഇന്ന് വിവാഹം കഴിക്കുന്നത് ദൈവ തേജസ്സൊക്കെ നഷ്ടപ്പെട്ട് പിശാചി ചപ്പി തുപ്പിയതിനെയാ, രണ്ടെണ്ണത്തിനെ. അപ്പൊ ഈ സാധനത്തിനെ റോ മെറ്റീരിയലായിട്ട് കിട്ടിയേക്കണേ. ഇനി ഇതിനെ റെഡിയാക്കി എടുക്കണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെഡിയാക്കി എടുക്കണം. അപ്പൊ ഇതാദ്യം മനസ്സിലാക്കണം. ആദ്യ വിവാഹത്തിനുള്ള സെറ്റപ്പ് അല്ല ഞങ്ങളുടേത്. പിശാചി ചവച്ചു തുപ്പിയതാ. അന്ന് ഞങ്ങൾക്ക് തേജസ്സൊക്കെ ഉണ്ടായിരുന്നു, വസ്ത്രമൊന്നും വേണ്ടായിരുന്നു, വെട്ടുകാട്ടലിൻ്റെയും വേണ്ട, എന്താ പറയുക ഇപ്പോഴത്തെ പുതിയ സംഭവം ചീമാട്ടിയുടെയും വേണ്ട, ഇതൊന്നും വേണ്ട. ഹല്ലേലൂയ. തേജസ്സിന്റെ ഉടുപ്പായിരുന്നു രണ്ടുപേർക്കും. ഒന്ന് ചിന്തിച്ചു നോക്കി, ആ വിവാഹം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്നത്തെ കൈയില്ലാത്ത ഉടുപ്പും കാലില്ലാത്ത ഉടുപ്പൊക്കെ ഇട്ടാണ് അന്ന് വന്നുകൊണ്ടിരുന്നത്. അന്ന് എങ്ങനെയായിരിക്കും രണ്ടുപേരും വിവാഹത്തിന് നിൽക്കണേ? ഇതാ രണ്ടുപേരും തേജസ്സാ, ദൈവത്തിന്റെ തേജസ്സാ രണ്ടുപേർക്കും. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? അവരെ രണ്ടെണ്ണത്തിനെയും പിശാച് തകർത്ത് തേജസ്സും കളഞ്ഞ് ജഡരൂപികളായ രണ്ടെണ്ണം വന്നേക്കണേ. വിവാഹത്തിന്റെ സമയത്ത് ആകപ്പാടെ നല്ലൊരു പങ്കിനും ചിന്ത എന്ന് പറഞ്ഞാൽ സെക്സ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചിലർക്ക് ഒരു ജീവിത പങ്കാളി. ഈ ഒരു അവസ്ഥ കിട്ടുമ്പോൾ സഹോദരിമാരെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇത് മനസ്സിലാക്കണം. ഇത് റോ മെറ്റീരിയൽ മാത്രമാണ്. ഞാൻ പണിതെടുക്കണം. ഞാൻ പണിതെടുത്താൽ എനിക്ക് ഉപയോഗിക്കാം, നല്ല രീതിയിൽ എൻ്റെ തലയായി ഉപയോഗിക്കാം. പണിതെടുക്കുന്നത് വരെ കഷ്ടമാണ്. ഇതുകൊണ്ടാണ് സദൃശ്യവാക്യം 14:1 പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ദേശായി ബിൽഡേഴ്സ്, SI ബിൽഡേഴ്സ്, കോൺഫിഡൻറ്റ് ബിൽഡേഴ്സ്. ബൈബിൾ പറയുന്നു, വുമൺ യു ആർ എ ബിൽഡർ. നീ ഒരു ബിൽഡറാ. ദേശായി അല്ല, കോൺഫിഡൻ്റ് അല്ല, പക്ഷെ നീ ബിൽഡറാ. നീ പണിതെടുക്കുന്ന ആരെയാ? നിന്റെ ഭർത്താവിനെയാ, നിന്റെ കുടുംബത്തെയാ നീ പണിതെടുക്കുന്നത്. യേശുക്രിസ്തു പണിതെടുക്കുന്നു. ക്ഷയമുള്ള, വാട്ടമുള്ള, കറയും ചുളുക്കും ഒക്കെയുള്ള തൻ്റെ കാന്തയെ ക്രിസ്തു പണിതെടുക്കുന്നു വചനം കൊണ്ട്. ഇതേപോലെ തന്നെ സ്ത്രീയും പണിതെടുക്കണം. വായിച്ചേ. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. ജ്ഞാനമുള്ളവൾ പണിയുക, ജ്ഞാനമുള്ളവൾ പണിതെടുക്കുക. എവിടെ ജ്ഞാനം? ദൈവവചനത്തിലുണ്ട് ജ്ഞാനം. അവൾ വചനം കൊണ്ട് തൻ്റെ ഭവനം പണിതെടുക്കുക. പക്ഷെ ഈ അറിവൊന്നും ഇല്ലെങ്കിലോ, തൻ്റെ ഡ്രീം ഹസ്ബൻഡിനെ കിട്ടിയില്ല, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ആളെ അല്ലേ പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലോ താഴേക്ക്. ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. ഭോഷത്വമുള്ളവൾ സ്വന്തം കൈകളാൽ അതിനെ പൊളിച്ചു കളയും. ഇങ്ങനെ പൊളിച്ചു കഴിയുമ്പോഴാണ് പുരുഷനും സ്ത്രീയും രണ്ടായിട്ട് ജീവിക്കേണ്ടി വരുന്നത്. പൊളിച്ചു, സ്വന്തം കൈയാൽ പൊളിച്ചു. പുരുഷനും ഭോഷത്വമാണെങ്കിൽ സ്വന്തം കൈയാൽ പൊളിച്ചു. പുരുഷൻ ക്രിസ്തു പണിയുന്നത് പോലെ പണിതെടുക്കണം. യു ആർ എ ബിൽഡർ. പണിതെടുക്കണം. റോ മെറ്റീരിയലേ കിട്ടിയിട്ടുള്ളൂ. ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോണ സാധനത്തിനെ കിട്ടിയേക്കണേ. പണിതെടുക്കണം. തിരിച്ചു അതുപോലെ തന്നെ ഒരു ഹസ്ബൻഡിന്റെ കടമ എന്താണെന്ന് അറിയുമ്പോൾ പാടില്ല, ഒന്നുമില്ല. ചിലപ്പോൾ ഭാര്യയെ ചവിട്ടി തേക്കണ ആളായിരിക്കും കിട്ടിയേക്കണേ. പണിതെടുക്കണം. രണ്ടും പണിതെടുക്കണം.
സഹനത്തിലൂടെ പണിതെടുക്കണം. അപ്പൊ ഈ ഇതെന്താണെന്ന് മനസ്സിലാക്കാതെ പണിതെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇതൊരു ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റത്തിൽ വർക്ക് ചെയ്യേണ്ടതാണ്. പക്ഷെ ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാതെ ഒപ്പത്തിനൊപ്പം വർക്ക് ചെയ്താൽ വർക്കില്ല. ക്രിസ്തു സ്വർഗ്ഗസ്ഥ പിതാവ് ഒപ്പത്തിനൊപ്പം നിന്ന് വർക്ക് ചെയ്യാൻ നടക്കൂല. കാരണം ഒരാളുടെ കൽപ്പിക്കുന്ന ആളാ. നിങ്ങൾ എപ്പോൾ നോക്കിയാലും ബൈബിളിൽ കാണാം സ്വർഗ്ഗസ്ഥ പിതാവ് ക്രിസ്തുവോട് കൽപ്പിക്കുന്നു. തിരിച്ച് എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ക്രിസ്തു സ്വർഗ്ഗസ്ഥ പിതാവോട് കൽപ്പിക്കുന്നേ? നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. സ്വർഗ്ഗസ്ഥ പിതാവ് ക്രിസ്തുവിനോട് പറയുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദവയുടെ വാക്കോളം നീ എന്റെ വലതു ഭാഗത്തിരിക്കുന്ന അരുളി ചെയ്തു. ഒരു തലയ്ക്ക് മാത്രമേ ബോഡിയോടത് പറയാൻ പറ്റൂ. ബോഡിക്ക് ഒരിക്കലും തലയോട് പറയാൻ പറ്റത്തില്ല. അതാണ് ക്രിസ്തു പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളാണ് ഞാൻ ചെയ്യുന്നത്. പിതാവ് കൽപ്പിക്കുക, ഞാനത് ചെയ്യുന്നു. അവൻ്റെ കൽപ്പനകൾ നിത്യജീവനെന്ന് ഞാൻ അറിയുന്നു. യോഹന്നാൻ 12-ാം അധ്യായം അവസാന വാക്യങ്ങളിൽ 49-48 വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ ചെയ്യുന്നു, എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ നിത്യജീവനാണ്. എടുത്തേക്കൊന്ന് വായിച്ചു. യോഹന്നാൻ 12:49-50. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. കണ്ടോ? അപ്പൊ ക്രിസ്തുവിനോട് കൽപ്പിക്കാൻ ധൈര്യമുള്ള ഒരാളുണ്ടോ? സ്വർഗ്ഗസ്ഥ പിതാവ് കൽപ്പന തന്നിരിക്കുക, ഇന്നതാ ഞാൻ പറയാൻ പാടുന്നുള്ളത്. ഇതാണ് 110-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നത്. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്. അതായത് സ്വർഗ്ഗസ്ഥ പിതാവ് ദൈവപുത്രനായ ക്രിസ്തുവോട് അരുളി ചെയ്യുന്നു എന്ന്. ക്രിസ്തുവോട് അരുളി ചെയ്യാൻ കഴിവുള്ള ഒരുവനുണ്ടോ? അതാണ് ക്രിസ്തുവിന്റെ തല. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ തല നമ്മളിവിടെ ഒപ്പത്തിനൊപ്പം കൊണ്ടുവന്നു, പിന്നെ തുടർന്ന് തലയായ പിതാവിനെ അങ്ങ് ഒഴിവാക്കി. നമ്മൾ അറിഞ്ഞിട്ടില്ല, പിശാച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അത് ചെയ്യരുത്. അപ്പൊ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റം ഇതാണ്. തലയെ മുറുകെ പിടിച്ചില്ലെങ്കിൽ വിരുദ് പോവും, ഔട്ടാവും. ഏതെങ്കിലും സംഭവിച്ചതാ. തലയെ മുറുകെ പിടിച്ചില്ല, ഇരുള് അവരുടേതായ ആ വിരുദ് പോയി, നഷ്ടമായി. അപ്പോൾ പരസ്പരം പണിതെടുക്കണം. പണിതെടുക്കണം. എങ്ങനെ എടുക്കണമെന്നും പറഞ്ഞു തരാനുള്ള സമയമില്ല, അവിടെ നോക്കിയേ. അപ്പൊ ആദ്യം തന്നെ ഈ ഫൗണ്ടേഷൻ മനസ്സിലാക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പണിതെടുക്കാനുള്ളതാണ്. ഇനി ഈ പണിതെടുക്കുമ്പോൾ ഉള്ള ബലവും ബലഹീനതയും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ സെക്ഷൻ അങ്ങനെ നിർത്താം. എന്നിട്ട് കുറച്ച് ഫൈനാൻസ് കൂടി പറഞ്ഞതില്ലെങ്കിൽ നിങ്ങൾ അവിടെ വീഴും. ഈ പണിതെടുക്കുന്ന സമയത്ത് എപ്പോഴും സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിർബന്ധമായിട്ടും മനസ്സിലാക്കണം. ഇവരെ പുരുഷന്മാരെ ദൈവം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വേണ്ടിയല്ല. ഇതാരും പറഞ്ഞു തരത്തില്ല നിങ്ങളോട്. പറഞ്ഞു തന്നാൽ ആ പാർഷായിട്ട് നിങ്ങൾ ഇടിച്ചു കൊല്ലും അയാളെ. പിന്നെ എനിക്കിതൊരു വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തിനോട് ജീവിക്കുന്നതുകൊണ്ട് ഒരു വിഷയമില്ല. കാരണം നിങ്ങളുടെ പോക്കറ്റിലുള്ള ഒന്നും എനിക്ക് വേണ്ട. ഞാനിത് പറയുമ്പോൾ എനിക്ക് വാട്സപ്പ് വരും അടുത്തത്, പാസ്റ്ററെ അത് ശരിയായില്ല കേട്ടോ. ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് പണിതെടുക്കണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ പണിതെടുക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരെ ദൈവം സൃഷ്ടിച്ചത്, പുരുഷനെ സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വേണ്ടി അല്ല. ആരും അത് പറഞ്ഞു തരത്തില്ല. പുരുഷനെന്ന് മനസ്സിലാക്കണം, നിങ്ങളെ ദൈവം സൃഷ്ടിച്ചത് സ്ത്രീക്ക് വേണ്ടി അല്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങളെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. ഇത് തിരിച്ചറിയണം. എന്നിട്ട് നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. മറ്റു രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ തലയായ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. എങ്ങനെ? ക്രിസ്തു എങ്ങനെ തൻ്റെ തലയായ അത്യുന്നതനായ ദൈവത്തിനോട് ജീവിച്ചു, അതേപോലെ ജീവിക്കണം. ശ്രദ്ധിച്ചു വെക്കുക, ഇവരെ പുരുഷനെ സൃഷ്ടിച്ചത് സ്ത്രീക്ക് വേണ്ടിയല്ല, പകരം പക്ഷേ സ്ത്രീയെ സൃഷ്ടിച്ചത് പുരുഷന് വേണ്ടിയാണ്. ഇത് തിരിച്ചറിയണം. ആദ്യം ഇതൊക്കെ ഒന്ന് ബൈബിളിന്റെ സെറ്റപ്പ് ഒന്ന് തിരിച്ചറിയണം. അല്ലാണ്ട് മാസികയിൽ വന്നു ഞങ്ങൾ തുല്യരാണ്, അതുകൊണ്ട് സ്ത്രീ സമത്വത്തിന് വേണ്ടി പോരാടും എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ബൈബിളിലെ കാര്യം, നിങ്ങൾക്ക് സമത്വം ഉണ്ട്. എപ്പോഴാണെന്നറിയാമോ? അടുത്ത ഫേസിൽ. ജീവന്റെ കൃപയ്ക്ക് തുല്യ പങ്കാളികളാണ്. ഇത് തിരിച്ചറിയണം. ജീവന്റെ കൃപയ്ക്ക് തുല്യ പങ്കാളികളാണ്. പക്ഷെ ഈ ഫേസിൽ ബോഡിയാണ്, അടുത്ത ഫേസിൽ ബോഡിയല്ല, ദൈവത്തിന്റെ മകനാണ്. ഇതെല്ലാ സ്ത്രീകളും തിരിച്ചറിയാം. ഒരു കോട്ടയത്തൊരു കല്യാണത്തിന് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു.
അന്ന് ആ പാസ്റ്റർ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം മറന്നുപോയ ദിവസമാണ്. അവസാനം എൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിപ്പിക്കുന്ന വേറൊരു പാസ്റ്ററായിരുന്നു. ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം പുള്ളി മറന്നുപോയി. ഞാൻ അതിശയിച്ചു പോയി. അവസാനം ഇവർ തമ്മിൽ വിവാഹം കഴിപ്പിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ഇത് പറയണ്ടേ, പ്ലഡ്ജ് ആയിട്ട് പറയണ്ടേ, അതൊന്നും പറഞ്ഞില്ല. അവസാനം അദ്ദേഹം ഇതൊക്കെ പറയാൻ വിട്ടുപോയി. കാരണം അദ്ദേഹം ഈ പ്രസംഗം കേട്ട് ഞെട്ടിപ്പോയി. അവിടെ പ്രസംഗിച്ചപ്പോൾ ഒരു മോളുടെ പേര് മിനി എന്നാണ് ചിന്തിക്കുക. ഒറിജിനൽ പേര് ഞാൻ പറയുന്നില്ല, മിനി എന്നാണ് ചിന്തിക്കുക. ആ മോൻ്റെ പേര് എൽദോസ് ആണെന്ന് ചിന്തിക്കുക. അപ്പോൾ നിറച്ച് ആളുകൾ ഇരിക്കുക ഓഡിറ്റോറിയം മുഴുവൻ. അപ്പോൾ മിനിയോട് പറഞ്ഞു, മിനിയാണ് മണവാട്ടി, മിനി മോളെ, എൽദോസിനെ ദൈവം സൃഷ്ടിച്ചത് നിനക്ക് വേണ്ടിയല്ല എന്ന് എനിക്ക് ഓർത്തോളണം. പറഞ്ഞതോടെ ഓഡിറ്റോറിയം മുഴുവൻ സൈലൻ്റായി. ഓഡിറ്റോറിയം മുഴുവൻ സൈലന്റ്. ഒരു പിന്ന് താഴെ ഇട്ടാൽ കേൾക്കാം. അതേപോലെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുക. കാരണം കല്യാണം കഴിയാമോ നമ്മൾ പറയുകയാണ്, നിനക്ക് വേണ്ടിയല്ല എന്ന്. അതിനുശേഷം ഒരു വചനം വായിച്ചു. വചനം വായിച്ചപ്പോൾ ആളുടെ ശ്വാസം നേരെ വായിച്ചു. കാരണം അവരിതുവരെ ഇത് കേട്ടിട്ടില്ല. ഹല്ലേലൂയ. ആ വചനം പറഞ്ഞൊന്ന് വായിച്ചു സിസ്റ്ററെ. 1 കൊരിന്ത്യർ 11:9. ഇതുവരെ കേൾക്കാത്തത് കൊണ്ട് രണ്ട് ചെവിയും തുറന്നൊന്ന് കേട്ടോ. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല. ശ്രദ്ധിച്ചേ, പുരുഷനെ ദൈവം ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയല്ല? സ്ത്രീക്കായിട്ടല്ല. മനസ്സിലായോ ഇപ്പോഴെങ്കിലും? പുരുഷനെ ദൈവം ഉണ്ടാക്കിയത് സ്ത്രീക്ക് വേണ്ടി അല്ല. ഇത് വിവാഹ ദിവസം ശരിക്കും ദേവദാസൻ പറഞ്ഞു കൊടുക്കേണ്ടതാ. പുരുഷനെ ദൈവം ഉണ്ടാക്കിയത് സ്ത്രീക്ക് വേണ്ടി അല്ല. ഒന്ന് പറഞ്ഞു നോക്കി ആദ്യമായിട്ടെങ്കിലും. പേടിയാണോ? ഒന്ന് പറഞ്ഞോ. പുരുഷനെ ദൈവം ഉണ്ടാക്കിയത് സ്ത്രീക്ക് വേണ്ടി അല്ല. ഇനിയിപ്പോ സംശയം അങ്ങനെ ബൈബിളിൽ ഉണ്ടോന്ന് വേണമെങ്കിൽ ബൈബിൾ തുറന്നു നോക്കൂ. പക്ഷേ സ്ത്രീയെ ഉണ്ടാക്കിയത്, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. സ്ത്രീയെ ഉണ്ടാക്കിയത് പുരുഷന് വേണ്ടിയാ. പിടുത്തം കിട്ടിയ? സ്ത്രീയെ ഉണ്ടാക്കിയത് പുരുഷന് വേണ്ടിയാ. പുരുഷനെ ഉണ്ടാക്കിയത് സ്ത്രീക്ക് വേണ്ടി അല്ല. കല്യാണ ദിവസം എല്ലാ ദേവദാസന്മാരും മനസ്സിലാക്കി പറഞ്ഞു കൊടുത്താൽ തന്നെ കുടുംബത്തിൽ നല്ലൊരു ജീവിതം, കലഹവും ദൈവം അതിനനുസരിക്കാൻ തയ്യാറുള്ള സ്ത്രീയാണെങ്കിൽ ഒഴിവാകും. ആ സ്ത്രീ മനസ്സിലാക്കും, എന്നെ ദൈവം ഉണ്ടാക്കിയത് പുരുഷന് വേണ്ടിയാണ്, പക്ഷെ പുരുഷനെ ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടി അല്ല, ദൈവത്തിന് വേണ്ടിയാണ്. പിടുത്തം കിട്ടിയ? ഇതാണ് ആ ഓർഡർ, ക്രമം മനസ്സിലാക്കണം. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന്. ഇത് അറിഞ്ഞു വേണം ഉപയോഗിക്കാൻ. ഒരു കാര്യം ഉപയോഗിക്കുമ്പോൾ അത് അറിയണ്ടേ? നിങ്ങളൊരു വാക്കത്തി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ തലയും വാലും ഏതാന്ന്. അവസാനം നിങ്ങൾ ഇപ്പുറത്ത് പിടിച്ച് വെട്ടി കൈ മുഴുവൻ മുറിഞ്ഞു. വെട്ടുകൊണ്ടതിന് മുറിവൊന്നും ഉണ്ടായൂല താനും, കാരണം വെട്ടിയത് കടവച്ച. അപ്പൊ അറിയണ്ട, അതിനൊരു പിടിയുണ്ട്, മൂർച്ചയുള്ള ഭാഗം വേറെ ഉണ്ടെന്ന്. അപ്പൊ ഇതേപോലെ തന്നെ ഹെഡ് ആൻഡ് തലയും ശരീരവും വ്യക്തമായിട്ട് അറിയണം. അപ്പൊ ഇവിടെ പുരുഷൻ അറിയണം, നമ്മളെ ഉണ്ടാക്കിയത് സ്ത്രീക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് തലയണ മന്ത്രം പറയണതിന്റെ പുറകെ ഓടരുത്. ആരെ പോലെ? ആദത്തെ പോലെ വിരുതു പോകും. പകരം ക്രിസ്തു പറയുന്നത് പോലെ ഓടിക്കോണം. മനസ്സിലായോ? പല ദേവദാസന്മാരുടെയും കുടുംബം വീഴാൻ കാരണം ഇതാ. ഈ സിസ്റ്റം അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സ്ഥലത്ത് പോയി. ഒരു പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ അമ്മച്ചി, പ്രായമുള്ളൊരു അമ്മച്ചി, എനിക്ക് തോന്നുന്നു 10-7 വയസ്സുണ്ടാവും. ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പുന്ന സമയത്ത് ഞാനിത് അല്പം നേരം ഇതിൻ്റെ ഒരു ആശ്വാസം കൊടുക്കട്ടെ. ഭക്ഷണം വിളമ്പുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ അമ്മച്ചി പറയാണ്, ഒരു പ്രസംഗ മണ്ഡലമാണത്, മൊത്തം സുവിശേഷം അറിയിക്കുന്ന മണ്ഡലമാണ്. ഭർത്താവ് പാസ്റ്ററാ, ആ അമ്മച്ചിയുടെ അല്ല, ഭർത്താവ് പള്ളിയിലെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ കിടക്കയും തലോണയൊക്കെ എടുത്ത് കിട്ടി ബാധിക്ക് വെച്ചിട്ട് പറഞ്ഞു, പോയി പള്ളിയിൽ പോയി കിടന്നോളാൻ പറഞ്ഞു. കാരണം നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, അവിടെ കിടന്നോന്ന്. എന്നിട്ട് പറഞ്ഞു, ബാക്കിയുള്ള ഞാൻ പറയണില്ലെന്ന്. സൗകര്യം പറയാണ്, ബാക്കിയുള്ള ഞാൻ
പറയണില്ല. ഇതിന്റെ അർത്ഥം എന്താ? നല്ലൊരു പങ്ക് പാസ്റ്റർമാർക്കും പേടി ഒരേ ആളേ ഉള്ളൂ, ഭാര്യ. ഇത് പറയാൻ വേണ്ടിയാണ്. അതായത് സ്റ്റിയറിംഗ് ഇരിക്കണ ആരുടെ കയ്യിലാ? ഭാര്യയുടെ കയ്യിലാ. അങ്ങനെയുള്ളൊരു ദൈവദാസന്മാരാകാൻ കൊള്ളത്തില്ല. നിങ്ങളുടെ സ്റ്റിയറിംഗ് ഇരിക്കുന്നത് കർത്താവ് യേശുവിൻ്റെ കയ്യിലായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ സ്റ്റിയറിംഗ് ഇരിക്കുന്നത് കർത്താവ് യേശുവിൻ്റെ കയ്യിലായിരിക്കണം. കർത്താവ് യേശുവിൻ്റെ സ്റ്റിയറിംഗ് ഇരിക്കുന്നത് സ്വർഗ്ഗസ്ഥ പിതാവിൻ്റെ കയ്യിലാണ്. ഇതാ യേശു പറഞ്ഞു, എൻ്റെ പിതാവ് പറയാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ആദ്യ കുടുംബത്തിലെ ഹൗവ ഭർത്താവോട് ചോദിക്കാനും പോയില്ല, ഒന്നുമില്ല. അവള് സ്വന്തം ഇഷ്ടപ്രകാരമല്ല അങ്ങ് കയറി ചെയ്തു. അവള് കയറി അങ്ങ് തലയായി. അതോടുകൂടി സംഭവം ഡിവൈഡായി. ഇതുകൊണ്ട് ഉൽപ്പത്തി 3:17 ദൈവം ആദത്തോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നിന്നോട് പറഞ്ഞു, അവളും നിന്നോട് പറഞ്ഞു. അവളെ ഞാനാ നിനക്ക് തന്നേ, നിനക്ക് തന്നതാ ഉപയോഗിക്കാൻ. നീ അവക്ക് വേണ്ടിയല്ല, നീ എനിക്ക് വേണ്ടിയാ. പക്ഷെ നീ ഇപ്പൊ ആർക്ക് വേണ്ടി നിന്നു? അവക്ക് വേണ്ടി നിന്നു. അതുകൊണ്ട് നിന്റെ കുടുംബം ശപിക്കപ്പെട്ടു. അതായത് ഭൂമി ശപിക്കപ്പെട്ടു എന്ന്. കുടുംബശാപം കിട്ടുന്ന ആദ്യ ഭാഗമാണത്. പുരുഷന്റെ ഏരിയ ഓഫ് വർക്ക് ശപിക്കപ്പെടുന്നതിന്റെ കാരണം ഇതാ. അങ്ങനെ ശപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബം മുഴുവൻ ശാപത്തിന്റെ കീഴിലായി. അതിന് വലിയൊരു പങ്ക് ഭാര്യയ്ക്കുണ്ട്. വിവേകം ഇല്ലെങ്കിൽ അവൾ സ്വന്തം കയ്യിൽ അത് പൊളിച്ചു കളയുക. 3:17 വായിച്ചേ. മനുഷ്യനോട് കൽപ്പിച്ചതോ? മനുഷ്യനോട് ദൈവം കൽപ്പിക്കുകയാണ്. മനുഷ്യനെ ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയാ? ദൈവത്തിന് വേണ്ടിയാ. മനുഷ്യനോട് ദൈവം കൽപ്പിക്കുകയാണ്, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട്. ഞാനും കൽപ്പിച്ചു, ഞാൻ നിന്നോട് കൽപ്പിച്ചു, നിന്റെ ഭാര്യയെ നിന്നോട് സംസാരിച്ചു. രണ്ടുപേരും സംസാരിച്ചു. നീ ആരെ അനുസരിച്ചു? ഞാൻ നിന്റെ തലയാണ്, അവള് നിന്റെ ശരീരമാണ്. നീ ആരെ അനുസരിച്ചു? ഭാര്യയെ അനുസരിച്ചു. നീ കയറി അവളെ തലയാക്കി വെച്ചു. യഥാർത്ഥ തലയായി എന്നെ തള്ളി. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമി ആർക്ക് കൊടുത്തത്? ആറത്തിന് കൊടുത്തതല്ലേ? ഭൂമി ശപിക്കപ്പെട്ടു. ദ ഏരിയ ഓഫ് വർക്ക് ശപിക്കപ്പെട്ടു. ആടത്തിന്റെ കുടുംബം ശപിക്കപ്പെട്ടു. തല തിരിയരുത്. ആദ്യ ശാപം കയറി വരികയാണ്. ദൈവം വെച്ച ആ ഓർഡർ, ആ ക്രമം തിരിക്കരുത്. പിശാച് വരുന്നത് തിരിക്കാനാ, അത് തിരിയരുത്. ഇപ്പൊ പല സഹോദരിമാരും ഒന്ന് ചിന്തിക്കുന്നുണ്ടാകും, എൻ്റെ കുടുംബത്തിന്റെ ശാപത്തിന്റെ കാരണം ഞാനാണോ? തിരിച്ചാൽ ശാപമായി. തിരിക്കരുത്. തിരിച്ചാൽ പിശാച് കയറും. ദൈവക്രമമാണെങ്കിൽ ദൈവം വാഴും. അതാണ് ദൈവരാജ്യം. തിരിച്ചാൽ പിശാച് കയറും. പിശാച് കയറരുത്. ഈ തിരിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ നിങ്ങൾക്ക്? പിശാച് കയറി. പിശാച് കയറിയതോട് ശ്രദ്ധിച്ചോ, ഇന്ന് നല്ലൊരു പങ്ക് ഭാര്യമാർക്കും ഭർത്താവിന് കീഴടങ്ങിയിരിക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ ചിന്തകളെ ഉള്ളിൽ അങ്ങ് തിരിച്ചിട്ടു. അന്ന് തന്നെ ഹവ്വയുടെ ഉള്ളിൽ അങ്ങ് തിരിച്ചിട്ടു. ഹവ്വയുടെ ഉള്ളിൽ തിരിച്ചിട്ടത് അവളുടെ മക്കളെല്ലാം അതേ രീതിയിലാണ്. ഇന്ന് ഏത് സ്ത്രീയെയും നോക്കിക്കോ. സ്ത്രീയെ ദൈവം എന്തിനാ? ഏത് സ്ത്രീയെ നോക്കിയാലും ഈ സ്ത്രീയുടെ അകത്ത്, സ്ത്രീകളോട് തന്നെ ചോദിച്ചാൽ മതി, സ്ത്രീകളുടെ അകത്തെ ചിന്ത ഒന്ന് നോക്കിക്കോ. ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ ഭർത്താവിനെ എൻ്റെ ചൊൽപ്പടിക്ക് നിർത്തും. ഓൾമോസ്റ്റ് സ്ത്രീകളുടെ ചിന്ത അതാ ഉള്ളില്. അതായത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഭർത്താവ് പോകണം എന്ന ചിന്ത പിശാച് അന്നേ എടുത്ത് അകത്തിട്ടു. ഇതാണ് കുടുംബകലഹത്തിന് ഭയങ്കര ഒരു മേജർ റീസൺ. എല്ലാത്തിൻ്റെ ഉള്ളിലുണ്ടെന്ന്. പിന്നെ തർക്കിക്കാനായിട്ട് വല്ലവർക്കും പറയാം, ഞാൻ എൻ്റെ ഉള്ളിൽ ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഉള്ളിൽ എല്ലാത്തിൻ്റെ ഉള്ളിൽ അതുണ്ട്. കാരണം എൻ്റെ ഭർത്താവ് ഞാൻ പറഞ്ഞതുപോലെ മൂവ് ചെയ്യണം. അതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞത് സ്റ്റിയറിംഗ് അവളുടെ കയ്യിലാന്ന് പറഞ്ഞത്. ഇത് അന്ന് മുതലുണ്ടായൊരു സംഭവമാണ്. ശരിക്കും സഹോദരിമാരെ നമ്മൾ ചിന്തിക്കുക. നമുക്കെല്ലാം ബേസ് ഉൽപ്പത്തിയിലേക്ക് പോകണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ യഹൂദന്മാർ വന്നിട്ട് പറഞ്ഞു, ഏതെങ്കിലും കാര്യം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കുന്ന വിധമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു എന്ന്. അത് ഉൽപ്പത്തിയിലേക്ക് പോയി. അല്ലാണ്ട് ഇവിടെ ആയിട്ട് കൗൺസിൽ ചെയ്യാൻ പോയില്ല. നീ എന്നോട് പറ, ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ അങ്ങനെ പറഞ്ഞു, അയാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി. അവിടെ ഇട്ടൊന്നും കളിക്കാൻ നിന്നില്ല. ആദിയിൽ എങ്ങനെയായിരുന്നു അങ്ങോട്ടേക്കാ പോയത്. അപ്പോൾ ഉടനെ അവർ ചോദിച്ചു, ചിരിച്ചൊരു ചോദ്യം. അപ്പൊ മോശ പറഞ്ഞിട്ടുണ്ടല്ലോ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് ഉപേക്ഷിച്ചോളെ. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, വീണ്ടും ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. പിന്നെ മോശ അങ്ങനെ ചെയ്തത് നിങ്ങൾ നിർബന്ധിച്ച്, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് അത് ഉണ്ടാക്കിയെടുത്തത്. പാസ്റ്ററെ നിർബന്ധിച്ച് തെറ്റായി പ്രസംഗിപ്പിച്ചു. അല്ലാതെ ദൈവം വെച്ച അവസ്ഥ അതല്ല. നിങ്ങൾ ഫോഴ്സ് ചെയ്തിട്ടാണ് ഇത് സംഭവം ഉണ്ടാക്കിയത്. ഇതിനെ ഡിനോമിനേഷനെ കൊണ്ടാണ് നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്നു.
ഓരോരുത്തർക്കും ചക്രവർത്തിയാകാനുള്ള കിരീടം ധരിക്കാനുള്ള ആഗ്രഹം കൊണ്ടായി ഡെനോമിനേഷനൊക്കെ ഉണ്ടാകുന്നത്. യേശു പറഞ്ഞു ആദ്യം അങ്ങനെയല്ലായിരുന്നു. ഇതൊക്കെ എല്ലാ കല്യാണത്തിനും വായിക്കും, പക്ഷേ ഇതൊക്കെ തലയുടെ മുകളിൽ കൂടി പോകുന്നല്ലാതെ പഠനത്തിൻ്റെ ഉള്ളിലൊന്നും മനസ്സിൽ കയറുന്നില്ല. ഇത് മത്തായി 19 ഈ സംഭവം ഉണ്ട്, നമ്മളേതായാലും അങ്ങോട്ട് വായിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇവിടെ സംഭവിച്ചത് പിശാച് കയറുന്നത് ദൈവം വെച്ച വ്യവസ്ഥയെ തല തിരിക്കാനാണ്. അങ്ങനെ ഓൾറെഡി തിരിഞ്ഞു കിടക്കുവാണെന്നുള്ള കാര്യം സഹോദരിമാരെ അറിയണം. എന്നിട്ട് ആ തിരിഞ്ഞതിനെ നേരെയാക്കാൻ നിങ്ങളൊന്ന് ഫോഴ്സ് ചെയ്യണം. രണ്ടെണ്ണത്തിനും തിരിച്ചു, ആണിനെയും തിരിച്ചു. ആണിന് എന്തറിയാം? ഞാൻ ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടിയാ ജീവിക്കണമെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? എൻ്റെ ഇഷ്ടം നടപ്പിലാക്കാൻ ഞാൻ ജീവിക്കുന്നു. ആണും പോയി, പെണ്ണും പോയി. പെണ്ണിന്റെ ചിന്ത എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരാളാണ് ആര്? പുരുഷൻ. ദൈവവചനം പറയുന്നത് ദൈവം പുരുഷനെ ഉണ്ടാക്കിയത് നിനക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാ. അപ്പൊ നിന്നെ ഉണ്ടാക്കിയതോ? സഹോദരിമാരെ, നിങ്ങളെ ഉണ്ടാക്കിയതിനു വേണ്ടിയാ, സഹായിക്കാൻ. ദൈവ ഇഷ്ടം ചെയ്യുന്ന പുരുഷനെ സഹായിക്കാനാണ് നിങ്ങളെ ഉണ്ടാക്കിയത്. ഹലോ, കാണാൻ പറ്റുന്നുണ്ടോ എന്നെ? ദൈവ ഇഷ്ടം ചെയ്യുന്ന പുരുഷനെ സഹായിക്കാനാണ് നിങ്ങളെ ഉണ്ടാക്കിയത്, സ്ത്രീയെ ഉണ്ടാക്കിയത്. മനസ്സിലായോ? ദൈവത്തിന്റെ വചനം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ഇവനിങ്ങനെ ഏകനായി വേല ചെയ്യുന്നത് കണ്ടപ്പോ ദൈവം പറയാണ് ഇവന് നല്ലൊരു സഹായിയെ ഉണ്ടാക്കി കൊടുക്കണം, നല്ലൊരു സഹായി ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ പുരുഷൻ സഹായിയെ ചോദിച്ചില്ല. പുരുഷന് വേല കൊടുത്ത ദൈവം പുരുഷൻ വേല ചെയ്യണ കണ്ടപ്പോ ഒരാളും കൂടി വേണമെന്ന് മതി. പലപ്പോഴും ഈ കാരണവന്മാര് ഒക്കെ പറയാറുണ്ട്, ഒറ്റയ്ക്കല്ല, ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഒരു വേലയ്ക്കൊരു സുഖമുള്ളൂ, അല്ലേ? എവിടെയെങ്കിലും വേല ചെയ്യാനൊക്കെ നിർത്തി കഴിയുമ്പോൾ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി നടക്കും. അപ്പോ ഇത് ആദ്യം തോന്നിയത് ഏറ്റവും വലിയ കാരണവരായ ദൈവത്തിനാണ്. ദൈവം പറയാണ് ഇവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് വേല ചെയ്യുന്നത് ശരിയല്ല, ഇവനൊരു തക്ക സഹായിയെ വേണം, തുണ. അപ്പൊ ദൈവം നിങ്ങളെ ഉണ്ടാക്കിയതിനു വേണ്ടിയാ, സഹായിയായിട്ടാ. ആരുടെ പ്രൊജക്റ്റിന്? ദൈവം ചെയ്യുന്ന പ്രൊജക്റ്റ് ഇവർക്ക് കൊടുത്തപ്പോൾ ആ പ്രൊജക്റ്റിന് സഹായിയായിട്ടാണ് നിങ്ങളെ ഉണ്ടാക്കിയത്. അങ്ങനെ അവിടെ നിങ്ങളൊരു സഹായമായാൽ നിങ്ങളും പുരുഷനും ഒരുമിച്ച് ദൈവത്തിന്റെ പ്രൊജക്റ്റ് ചെയ്യുക. പിടുത്തം കിട്ടിയ ഹല്ലേലൂയ. അപ്പൊ വിവാഹം എന്ന് പറഞ്ഞാൽ എന്തുവാ യഥാർത്ഥത്തില്? ഈ വചനം കൊണ്ട് എന്ത് പറയാൻ പറ്റും? എന്താ യഥാർത്ഥ വിവാഹം? Praise God. It's a helper providing ceremony. മനസ്സിലായോ? ഇറ്റ്സ് എ സഹായിയെ കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് യഥാർത്ഥ വിവാഹം. എന്ത്? ദൈവം പുരുഷന് കൊടുത്ത ദൈവ ഇഷ്ടം ചെയ്യുവാൻ സഹായിയെ കൊടുക്കുന്ന ശുശ്രൂഷയാണ് യഥാർത്ഥ വിവാഹം. ഇറ്റ്സ് എ ഹെൽപ്പർ പ്രൊവൈഡിങ് സെറിമണി ഇൻ ഓർഡർ ടു ഡു ദ വിൽ ഓഫ് ഗാഡ്. ദൈവ ഇഷ്ടം ചെയ്യുവാൻ ഒരു പുരുഷന് സഹായിയെ കൊടുക്കുന്ന ശുശ്രൂഷയാണ് യഥാർത്ഥ വിവാഹം. പക്ഷെ നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല. അപ്പൊ എന്താണ് സംഭവം? ഒരു പ്രഷർ കുക്കർ കിട്ടി, അമ്മച്ചിക്ക് അറിഞ്ഞുകൂടാതെ എന്ത് കുന്തറാണ്ടാന്ന്. അമ്മച്ചി പറഞ്ഞു മോള് കൊണ്ട കൊടുത്തത് എവിടെന്നോ. അമ്മച്ചി അതിന് ഒരു ഹോളിൽ കൂടി ഊതി വയ്ക്കും. ഇതെന്തോടി മോളെ, പിപിയാ? ഓക്കെ, എന്തെങ്കിലും ആകട്ടെ, നീ തന്നതല്ലേ. എല്ലാവരോടും അയൽവക്കത്ത് വീട്ടുകാരെ കാണിച്ചു, എൻ്റെ മോളൊരു സാധനം കൊണ്ട് തന്നു. എന്നിട്ട് അവസാനം അമ്മച്ചി എന്ത് ചെയ്യുന്നറിയാമോ? അതില് വെള്ളം സൂക്ഷിക്കാനായിട്ട് വെള്ളം അടച്ചു വെച്ചു. അപ്പൊ നേരത്തെ കൂജയിൽ വെച്ചു, ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ വെച്ചു. അമ്മച്ചിക്ക് അറിഞ്ഞുകൂടി ഇത് എന്തിനാ ഉപയോഗിക്കണേന്ന്. ഇതേപോലെയാണ് നമ്മുടെ വിവാഹം. എന്തിനാണെന്ന് നമുക്ക് ഒരു ഐഡിയയും ഇല്ല. ഇറ്റ്സ് എ ഹെൽപ്പർ പ്രൊവൈഡിങ് സെറിമണി. പത്രം മനസ്സിലായില്ലേ? ഇനി ഒരു കാര്യം സഹോദരിമാര് മനസ്സിലാക്കേണ്ടത്, അന്ന് മുതൽ, അതായത് എന്നാണോ ഹവ്വമ്മച്ചി പിശാചിനെ കയറി അനുസരിച്ചത്, അന്ന് മുതൽ മനുഷ്യന്റെ എല്ലാത്തിൻ്റെ ഉള്ളിൽ ജഡചിന്തകൾ പിശാച് നിക്ഷേപിച്ചു. എന്നാൽ ആ ജഡചിന്തകളുടെ ഒരു ഭാഗമായിട്ട് അന്ന് മുതൽ നിങ്ങൾക്ക് ഹെൽപ്പറായിരിക്കാനുള്ള മനസ്സില്ല. പിന്നെ നിങ്ങളുടെ മനസ്സ് മുഴുവൻ മാനേജർ ആയിരിക്കാനാ. ഞാൻ പറയുന്നതല്ല, വിശുദ്ധ ബൈബിൾ പറയുന്നതാണ്. അപ്പൊ ഓൾറെഡി ഒരു തല ഇവിടെ ഉണ്ട്.
അടുത്തത് വേറൊരു തല, തലയും തലയും ഇടി, കുടുംബത്തിൽ ഇടിയാ. മനസ്സിലായോ? ഈഗോ കോംപ്ലക്സ് ആയി, ഈഗോ ആയി. അപ്പൊ ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. ഇത് അകത്തുണ്ട്. ഇതിനെ നിങ്ങൾ തോൽപ്പിച്ചെങ്കിൽ മാത്രമേ നല്ലൊരു കുടുംബജീവിതം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആദ്യം പർപ്പസ് അറിയണം, ഇതിനെ തോൽപ്പിക്കണം. ഹല്ലേലൂയ. ഇതിനെ തോൽപ്പിക്കാൻ ബൈബിള് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഭർത്താക്കന്മാരോട്? ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാർക്ക് കീഴടങ്ങി ഇല്ല. അങ്ങനെയില്ലേ? പക്ഷെ നമുക്ക് ജീവിതത്തിൽ തോന്നണം അങ്ങനെയാ, ഭർത്താക്കന്മാർ കീഴടങ്ങിയിരുന്നോ. അങ്ങനെ ഒരു വേടേ ബൈബിളിൽ ഇല്ല. പകരം ഭാര്യമാരോട് പറയുകയാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അതിന്റെ അർത്ഥം അടങ്ങാത്ത സ്വഭാവമാണ് നിന്റേത്, അടങ്ങൂല. അതുകൊണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പറയും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പറയും. കാരണം നീ അടങ്ങില്ല. കാരണം ഉൽപ്പത്തിയിൽ തന്നെ പിശാച് ഹെൽപ്പർ മനോഭാവത്തെ മാറ്റിയിട്ട് മാനേജർ മനോഭാവത്തെ അകത്തുകൊണ്ടിട്ടു. ജഡചിന്തയുടെ ഒരു ഭാഗമാണ്. ഇതിനെ തോൽപ്പിക്കണം, എങ്കിൽ മാത്രമേ ഒരു കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ പണിതെടുക്കാൻ പറ്റൂ. നമുക്ക് ആ വചനോടി വായിച്ചിട്ട് ഈ സെക്ഷൻ നിർത്താം, അല്ലെങ്കിൽ അങ്ങോട്ട് പോവില്ല, എത്തൂല, അടുത്തയിലേക്ക് എത്തത്തില്ല. അപ്പോ ഉൽപ്പത്തി പുസ്തകം 3:16 ഈ ഒരു സംഭവത്തിന് ശേഷം, പിശാചിനെ അനുസരിച്ചതിന് ശേഷം ദൈവം ഹവ്വയോട് പറയുന്നുണ്ട്, എന്താണ് ഇനി നിനക്ക് സംഭവിക്കാൻ പോണേന്ന്. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോ, എത്ര നല്ല വചനമാണല്ലേ. സ്ത്രീകളുടെ ആഗ്രഹം ആരോടാണ്? ഭർത്താവിനോട്. അങ്ങനെയായിരുന്നു എത്ര നന്നായിരുന്നു അല്ലേ? എല്ലാ സ്ത്രീകളും എപ്പോഴും എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും? എൻ്റെ ഭർത്താവേ, എൻ്റെ ഭർത്താവേ. കാരണം തൻ്റെ ആഗ്രഹം എന്താ? ഭർത്താവിനോട്. എൻ്റെ ഭർത്താവേ, എൻ്റെ ഭർത്താവേ എന്നും പറഞ്ഞിരിക്കുക എന്നാ പറയണ ബൈബിള്. അങ്ങനെ വല്ലതും ഉണ്ടോ? കല്യാണം കഴിക്കുമ്പോൾ ആദ്യം കുറച്ച് സ്നേഹമൊക്കെ കാണും, പിന്നെ ഒരു കുഞ്ഞ് ജനിച്ചാൽ അതും പോയി, പിന്നെ അതും കൂടി കുഞ്ഞിനേക്കായി. അടുത്ത കുഞ്ഞ് ജനിച്ചാലോ വീണ്ടും കുറഞ്ഞ് അതും കൂടി ഇങ്ങോട്ടായി. ഭർത്താവ് ചിന്തിക്കും, നേരത്തെ എന്തെങ്കിലും ഒരു സ്നേഹം കിട്ടുമായിരുന്നു, ഇപ്പം അതും കൂടെ ഇല്ല, ഇപ്പം ഞാനില്ലേലും കുഴപ്പമില്ല, ആ കുഞ്ഞിനെയും തലപ്പിലോട്ട് അവിടെ ഇരുന്നു. കുറഞ്ഞു കുറഞ്ഞു പോവായി. യഥാർത്ഥത്തിൽ അതൊരു ട്രാൻസ്ലേഷൻ തെറ്റാണത്. ആ എഴുതി വെച്ചേക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ തെറ്റാണ്. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും എന്നല്ല അവിടെ കിടക്കണേ. അവിടെ എഴുതിയേക്കണത് എന്നാന്നറിയാമോ? നീ നിന്റെ ഭർത്താവിന്റെ മുകളിൽ മാനേജർ ആകാൻ ആഗ്രഹിക്കുമെന്ന്. സ്ക്രീനിൽ കൊണ്ടുവരാം അതിന്റെ ട്രാൻസ്ലേഷൻ. അതേപോലത്തെ വേറൊരു വേർഡും കൂടി ഉണ്ട് വിശുദ്ധ ബൈബിളിൽ. അതായത് അതിന്റെ അടുത്ത അധ്യായത്തിൽ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ലോർഡ് ഐ ലവ് യു. അടുത്ത അധ്യായത്തിൽ പറയുന്നത്, ഇത് 3-ാം അധ്യായമാണെങ്കിൽ അടുത്ത അധ്യായം അവിടെ കയ്യിനോട് ദൈവം പറയാണ്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. പാപം നിന്റെ വാതിൽക്ക് കിടക്കുന്നു. അതിന്റെ ആഗ്രഹം നിന്നിലേക്ക് ആകുന്നു. അപ്പോ സെയിം വേർഡാണ്, സെയിം ഹെബ്രായ വേർഡ് രണ്ടും ഉപയോഗിച്ചേക്കണേ. ഇവിടെ പാപത്തിന്റെ ആഗ്രഹം ആരോടാണ്? പാപം വാതിക്കെ കിടക്കുന്നു. ദൈവം കയ്യിനോട് പറയാണ്, പാപം വാതിക്കെ കിടക്കുന്നു. ആ പാപത്തിന്റെ ആഗ്രഹം എന്താ? നിന്നോടാണ്. പാപത്തിന്റെ ആഗ്രഹം എന്താ? കയ്യിനോട് എന്താ ആഗ്രഹമാണ് പാപത്തിനുണ്ടാകാൻ പോണേ? കയ്യിനൊരു നല്ല മനുഷ്യനാക്കി എടുക്കണമെന്നാണോ? പിന്നെ പാപത്തിന്റെ ആഗ്രഹം എന്താ? പാപത്തിന്റെ ആഗ്രഹം ഇവനെ എങ്ങനെയെങ്കിലും ഞാൻ കീഴടക്കണം. മനസ്സിലായോ? പാപത്തിന്റെ ആഗ്രഹം എന്താ? കയ്യിനെ എങ്ങനെയെങ്കിലും ഞാൻ കീഴടക്കണം. ഇവിടെ പാപം കിടക്കുന്നു, അവിടെ വൈഫ് കിടക്കുന്നു. വൈഫിന്റെ ആഗ്രഹം എന്നാന്നറിയാമോ? എങ്ങനെയെങ്കിലും ഈ പുള്ളി എന്റെ ചൊൽപ്പടിക്ക് നിർത്തണം. രണ്ടും ഒരേ വേടാ. അതാണ് സ്ക്രീനിൽ കാണാം. മലയാളം ബൈബിളിലൊന്നുമല്ല, ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ NLT എഴുതി വെച്ചേക്കാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ വായിച്ച മലയാളമില്ലേ, അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ ഇവിടെ കിടക്കുകയാണ്, ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ. ഞാനിവിടെ വായിക്കാം. നിങ്ങൾക്ക് അവിടെ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഫോട്ടോ എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബൈബിളിൽ ഇത് അവൈലബിൾ ആണ്. Then
ഗോഡ് സെഡ് ടു ദ വുമൺ, ദൈവം സ്ത്രീയോട് പറഞ്ഞു, പാപം ചെയ്തതിന് ശേഷമാണ്, ഐ വിൽ ഷാർപ്പൻ ദ പെയിൻ ഓഫ് യുവർ പ്രഗ്നൻസി. ഐ വിൽ ഷാർപ്പൻ ദ പെയിൻ ഓഫ് യുവർ പ്രഗ്നൻസി. നിന്റെ ഗർഭധാരണവുമായിട്ടുള്ള വേദന ഞാൻ വർദ്ധിപ്പിക്കും. ആര്? പിശാചല്ല, ദൈവം. എൻ്റെ കാരണം എന്താ? എൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ ഉണ്ടാക്കിയ പുരുഷനെ നീ നിന്റെ ചൊൽപ്പടിക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് മക്കളെ ശിക്ഷിക്കുന്ന അമ്മയെ പോലെ അപ്പനെ പോലെ ദൈവം പറയാണ്, ഞാൻ നിന്നെ വേദനിപ്പിക്കും. നമ്മൾ അനുസരിക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ അപ്പനും അമ്മയ്ക്ക് എന്താ ചെയ്യണേ? ചെവിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് തിരിക്കുക, അല്ലേ? കൊല്ലാനല്ല, വേദനിപ്പിക്കുക, അനുസരിക്കാൻ വേണ്ടി. ഞാൻ നിന്നെ വേദനിപ്പിക്കും. ആൻഡ് ഇൻ പെയിൻ യു വിൽ ഗിവ് ബർത്ത്. വേദനയോടെ നീ മക്കളെ പ്രസവിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതൊരൊറ്റ കാര്യം മതി ബൈബിള് സത്യവേദ പുസ്തകം എന്ന് മനസ്സിലാക്കാൻ. ഒരൊറ്റ കാര്യം മതി. ഈ സംഭവം ഒരൊറ്റ പുസ്തകത്തിൽ, ഒറ്റ മതപുസ്തകത്തിൽ എഴുതിയിട്ടില്ല ഈ ഒരു സംഭവം. സഹോദരിമാരെ ശ്രദ്ധിച്ചേ, മാസത്തിൽ 28 ദിവസത്തിന് മാസത്തിൽ ഒരു 4-5 ദിവസം വയറും പൊത്തി നടക്കാറില്ലേ? എന്താ കാര്യം? ഇതാണ് കാര്യം. അവര് വേദന എന്ന് പറഞ്ഞ് നടക്കുക, പ്രസവ സംബന്ധമായ വേദനയാണ്. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ വേദനയെ വർദ്ധിപ്പിക്കും. കാരണം എന്റെ ഇഷ്ടം ചെയ്യുക, ഞാനുണ്ടാക്കിയ പുരുഷനെ നീ നിന്റെ ചൊൽപ്പിടിക്കാക്കി, നിന്റെ കൺട്രോളിലാക്കി. പിശാച് സിസ്റ്റത്തിൽ തലതിരിക്കുക. ദൈവം വെച്ചതിന് നേരെ തലതിരിച്ചു. മനസ്സിൽ അങ്ങ് തിരിച്ചു കൊടുത്തു, എൻ്റെ ഭർത്താവ് എൻ്റെ ചൊൽപ്പിടിക്ക് നിൽക്കണമെന്ന്. താഴെ എഴുതി വെച്ചിരിക്കുക, ആൻഡ് യു വിൽ ഡിസയർ ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്. നീ നിന്റെ ഭർത്താവിനെ കൺട്രോൾ ചെയ്യുവാൻ ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞതല്ല, ദൈവം പറയാ, യു വിൽ ഡിസയർ ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്. അതായത് നീ നിന്റെ ഭർത്താവിന്റെ മുകളിൽ മാനേജർ ആകാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഇന്ന് കുടുംബങ്ങളിൽ കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ആളുകൾ പറയുന്നത് സ്റ്റിയറിംഗ് അവരുടെ കയ്യിലാണെന്ന്. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല പാസ്റ്ററേ, മക്കളൊക്കെ അവള് പറഞ്ഞത് കേൾക്കൂ. എല്ലാത്തിനെയും അവളെ കയ്യിലാക്കി. ഞാനിപ്പോ വഴിയാധാരം പോലെയാ. ഒരു 70-80% ആണുങ്ങളോട് ചോദിച്ചാൽ തന്നെ ഇത് തന്നെ അവരുടെ അഭിപ്രായം. ഞാൻ പറഞ്ഞിടത്തും കാര്യമില്ല, പിള്ളേരൊക്കെ അവള് പറഞ്ഞത് കേൾക്കൂ. അതാ സംഭവം. യു വിൽ ഡിസൈഡ് ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്. നീ കുടുംബത്തിന്റെ സ്റ്റിയറിംഗ് എടുക്കാൻ ആഗ്രഹിക്കും. നീ നിന്റെ ഭർത്താവിനെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കും. മക്കളെ, ഒരു കാര്യം പറയാം, തലയെ മുറുകെ പിടിച്ചില്ലെങ്കിൽ, ദൈവം വെച്ച വ്യവസ്ഥയെ തിരിച്ചു കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? വിരുത് കിട്ടില്ല. ദൈവം വെച്ച വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരണം. എല്ലാവരും, പുരുഷനായാലും ശരി സ്ത്രീ ആയാലും ശരി, പുരുഷൻ ക്രിസ്തുവിന് കീഴടങ്ങണം, ക്രിസ്തു പിതാവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ. ആ ഓർഡർ തെറ്റിക്കരുത്. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന കാര്യസഭ മറക്കരുതെന്ന് പറയണേ. ഓർഡർ തെറ്റരുത്. അപ്പോൾ എഴുതിക്കുക, യു വിൽ ഡിസൈഡ് ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്. ഇനി അടുത്തത്, ഇത് പിശാച് കൊടുത്ത സിസ്റ്റമാണ്. ഹെൽപ്പ് ആകണതിന് പകരം മാനേജർ ആകണമെന്ന്. ദൈവം ഹെൽപ്പാകാനാ വെച്ചത്, ഇപ്പൊ കയറി മാനേജറായി, മനസ്സ് മുഴുവൻ മാനേജറായി. ഇനി ശ്രദ്ധിക്കുക, അടുത്തത് ഇതാണ് അടുത്ത പ്രശ്നം. ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. ബട്ട് ഹീ വിൽ റൂൾ ഓവർ യു. അവൻ നിന്നെ വാഴും. പ്രശ്നമായില്ലേ? അതാര് കൊടുത്ത എബിലിറ്റിയാ? പുരുഷൻ സ്ത്രീയെ വാഴും എന്നുള്ളത് അതാര് കൊടുത്ത കഴിവാ? പുരുഷന് ദൈവം കൊടുത്തത്. എന്നാൽ യു വിൽ ഡിസൈഡ് ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ് എന്ന് പറയുന്നത് സ്ത്രീക്ക് അവിടെ നിന്ന് കിട്ടിയതാ? പിശാചിന്ന് കിട്ടിയതാ. അപ്പൊ പിശാചിന്ന് കിട്ടിയതും ദൈവത്തിൽ നിന്ന് കിട്ടിയതും ഒരു വീട്ടില്. ഇതാണ് അടിയുണ്ടാണ്. വൃത്തം കിട്ടിയ ഇതാണ് അടിയുണ്ടാണ്. പിശാചി കയറി എന്ത് ചെയ്യുന്നു? ബോഡിയെ കയറി തലയാക്കുന്നു. ഇത് തന്നെയല്ലേ ഇത് സഭയിൽ നടക്കണേ. ദൈവത്തിന്റെ ബോഡിയാണ് ക്രിസ്തു. ക്രിസ്തുവിനെ കൊണ്ടുപോയി പിതാവിനൊപ്പത്തിനാക്കുന്നു, തലയാക്കുന്നു. അടിയായി, പ്രശ്നമായി. ഒറിജിനൽ ക്രിസ്തു അത് ചെയ്യത്തില്ല. ഒറിജിനൽ ക്രിസ്തു പറയുന്നു, പിതാവ് കൽപ്പിച്ചത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ കൊണ്ടുപോയിട്ട് കയറ്റിയ മുകളിലേക്ക് ആക്കുക. കാരണം പിശാച് എല്ലാത്തിനും തല തിരിക്കുക. അപ്പോൾ ഇത് കുടുംബങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്. ഹല്ലേലൂയ. ഇതാണ് അടുത്ത. താഴെ നിങ്ങൾക്ക് കാണാം, ഉൽപ്പത്തി 4:7. ഇത് 3:16 ഉൽപ്പത്തി 4:7 കയ്യനോട് പറയാണ് സെയിം സംഭവം. അവരെഴുതിയിരിക്കുകയാണ്, if thou doest well, shall it not be lifted up? And if thou dost not well, sin coacheth at the door,
ആൻഡ് unto thee shall be its desire. Unto thee shall be its desire. അതിന്റെ ആഗ്രഹം ആരോടാ? നിന്നോടാണ്. മീൻസ് അത് നിന്നെ കീഴടക്കാൻ ആഗ്രഹിക്കുന്നു. ഏത്? പാപം നിന്നെ കീഴടക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കയ്യിനോട്, ബട്ട് ഡു ദൗ റൂൾ ഓവർ ഇറ്റ്. നീ അതിനെ വാഴണം, നീ പാപത്തെ വാഴണം. സെയിം വേർഡാണ് ഈ കിടക്കുന്നത്. അവിടെ പാവം കീഴടക്കം കിടക്കുന്നു, ഇവിടെ വൈഫ് കീഴടക്കം കിടക്കുന്നു. യു വിൽ ഡിസൈഡ് ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്. നീ നിന്റെ വൈഫിനെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കും, മാനേജർ ആകാൻ ആഗ്രഹിക്കും. ബട്ട് ഹി വിൽ റൂൾ ഓവർ യു. അവൻ നിന്നെ വാഴും. ഇതാണ് കുടുംബങ്ങൾ. ഈ അന്തരീക്ഷം മനസ്സിലാക്കിക്കോളണം. എന്നിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് വേണം പുരുഷൻ ഹാൻഡിൽ ചെയ്യാൻ, ഇത് മനസ്സിലാക്കിയിട്ട് വേണം സ്ത്രീ ഹാൻഡിൽ ചെയ്യാൻ. അല്ല എങ്കിൽ എന്തു പറ്റും? ദൈവത്തിന്റെ വചനം പറയുന്നു, പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരോട് കയ്പായി ഇരിക്കരുത്. എന്താ ഈ പറഞ്ഞ കാര്യം? എപ്പോഴാ കയ്പുണ്ടാകുന്നേ? ചുമ്മാ ഇരിക്കുമ്പോഴാണോ? കയ്പ് വരും. നാച്ചുറലി മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാം. എനിക്ക് കയ്പ് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പിള്ളേരുണ്ട്, 2 പിള്ളേരുണ്ട് ജഡത്തിൽ. അപ്പോൾ അവർക്ക് ഈ ചെറുപ്പത്തിൽ അവരെ കഴിപ്പിക്കുന്ന രംഗം എന്ന് പറയുന്നത് അവർക്ക് പാവയ്ക്കൊന്നും ഇഷ്ടമല്ല. കാരണം അവർക്കറിയാം പാവയ്ക്ക വായിൽ വെച്ചാൽ കഴിക്കും. അപ്പോൾ കയ്പ് തന്നെ എപ്പോഴാന്ന് മനസ്സിലായല്ലോ. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു സംഭവം വരും കഴിക്കും. അപ്പോൾ പിള്ളേർ ചെയ്യണ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പയെ പേടിയാണ്. ഈ സാധനങ്ങൾ എടുക്കും, എന്നിട്ട് വായിലേക്കും ഇടും, എന്നിട്ട് വെള്ളം എടുക്കും. ഗുളിക കഴിക്കണം പോലെ ഇച്ചിരി വെള്ളം എടുത്തിറങ്ങാൻ വിഴുങ്ങും. ടേസ്റ്റ് അനുഭവിക്കാതെ അങ്ങ് വീഴും. എന്നിട്ട് പിന്നെ ചോറ് കഴിക്കും. അപ്പോൾ അടി കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഞാനോട് പറഞ്ഞൊരു കാര്യം, പാവയ്ക്ക അകത്ത് വരുമ്പോൾ നമുക്ക് കഴിക്കും. അപ്പോൾ ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? പാവയ്ക്ക തരും. എങ്ങനെ? വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ പാവയ്ക്ക തരും. അപ്പോൾ എന്തു പറ്റും? കഴിച്ചു പോകും ഉള്ളു. കാരണം ഹെഡായതുകൊണ്ട് പെട്ടെന്ന് കഴിക്കും. കാരണം ബോഡിയാണ് പാവയ്ക്ക തരുന്നത്, കയ്പ് തരുന്നത്. അപ്പോഴാണ് ദൈവത്തിന്റെ വചനം ഭർത്താക്കന്മാരോട് പറയുന്നത്, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരോട് കയ്പായി ഇരിക്കരുത്. മനസ്സിലായോ? കയ്പായി ഇരുന്നാൽ അതനുസരിച്ചുള്ള വാക്കായിരിക്കും അങ്ങോട്ട് പോകുള്ളൂ. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചോളാം, ഇവിടെ നിന്ന് കയ്പ് വരും. വാക്കുകളിലൂടെ നിങ്ങൾ കയ്പ് കൊടുക്കും. അതങ്ങനെയാ, കൊടുക്കും, കഴിക്കും. ഹല്ലേലൂയ. കീഴടങ്ങാതിരുന്നാൽ, അനുസരിക്കാതിരുന്നാൽ, കൺട്രോൾ ചെയ്യാൻ പോകുമ്പോൾ അവിടെ കഴിക്കാനിടയാകും. അപ്പോൾ ഇവരോട് പറയുന്നു, കയ്പായിരിക്കരുത്. കാരണം സ്വന്തം ബോഡിയെ ആരും ഒരു നാളും ഉപദ്രവിക്കത്തില്ല. ഇവർ നിങ്ങളുടെ ബോഡിയാ, ഇവർ വേണം നിങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ. അപ്പോൾ അതിനെ ഉപദ്രവിക്കരുത്, പണിതെടുക്കാൻ തയ്യാറാണ്. അപ്പോൾ കയ്പ് വരുമ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം, ഇതാ അത് അവക്ക് ഉൽപ്പത്തിയിലുണ്ടായ ഒരു രോഗത്തിന്റെ ഭാഗമാണ് ഈ കയ്പ് വരുന്നത്. അതൊരല്പനേരം ഞാൻ സഹിച്ചാൽ അതങ്ങ് അടങ്ങും. അപ്പൊ ഈ കയ്പ് വരുമ്പോൾ നേരെ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ വചനം ഓർത്തോളണം, കയ്പായിരിക്കരുതെന്ന് പറഞ്ഞത് ഓർത്തിട്ട് ഈ പറഞ്ഞ സംഭവം അങ്ങനെ തന്നെ ഇത് തന്ന ആളെ റിപ്പോർട്ട് ചെയ്യണം. ഇത് തന്ന ആളാരാ? ദൈവം. ദൈവമേ, അങ്ങ് തന്നത് ഇപ്പൊ എനിക്ക് കയ്പ് തരികയാണ്, അങ്ങ് കയ്പായിരിക്കരുതെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഈ കയ്പ് ഞാൻ അങ്ങേക്ക് തരുന്നു. പിടുത്തം കിട്ടിയോ? ഈ കയ്പ് അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യും. എൻ്റെ എക്സാമ്പിൾ പറയാം. അവിടെ നിന്ന് ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയത്തുള്ള നിങ്ങൾ തിരിച്ചറിയും, അയ്യോ വല്ലാത്തൊരു വേദന, ഇവിടെ വല്ലാത്തൊരു വേദന, അല്ലെങ്കിൽ അയ്യോ ഇവിടെ വേദന, അവിടെ വേദന എന്ന് പറഞ്ഞ് വരുന്നൊരു വരവ് കാണാം. കാരണം ദൈവം ചെവിക്ക് പിടിക്കുന്ന ആളാണ്. ഹൗവയുടെ ചെവിക്ക് പിടിച്ചിട്ട് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ വേദനിപ്പിക്കുന്നു. അപ്പോൾ ആ അപ്പനെ ഏൽപ്പിക്കണം. ഇത് സംഭവം ഇവർ പോലും അറിയത്തില്ല. മനസ്സിലായോ? അങ്ങനെ ഡേ ബൈ ഡേ ഒരിക്കലും സംഭവം മനസ്സിലാകും, ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഭർത്താക്കന്മാർ സഹിക്കാനായിട്ട് തയ്യാറാകണം. ഇത് സഹിക്കണം എന്തിനു വേണ്ടിയാ? ഭാര്യയെ പണിതെടുക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. യു ആർ എ ബിൽഡർ, നിങ്ങളൊരു ബിൽഡറാണ്, നിങ്ങളും ബിൽഡറാണ്. സഹോദരിമാരെന്ത് ചെയ്യണം? എൻ്റെ ഉള്ളിൽ ഉൽപ്പത്തിയിൽ വെച്ച് തന്നെ ഹെൽപ്പ് എന്നുള്ള മനോഭാവത്തെ മാറ്റിയിട്ട് പിശാച് മാനേജർ എന്നുള്ള മനോഭാവം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഞാനത് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ഇരിപ്പിൻ. അപ്പോ സഹോദരങ്ങളെ, നിങ്ങൾ ഒരിക്കലും ഇവരോട് കയ്പായിരിക്കരുത്. സ്വന്തം ബോഡിയെ ആരും ഒരു നാളും ഉപദ്രവിച്ചിട്ടില്ല. ഭാര്യമാരെ, നിങ്ങൾ
ഇവരെ നന്നാക്കണമെങ്കിൽ ആദ്യം പോകേണ്ടത് ബഹുമാനമാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പിതാക്കന്മാരെ നമ്മൾ എന്ത് ചെയ്യണം? അവർ ബഹുമാനം അർഹിക്കുന്നവരാണ്, ബഹുമാനം കൊടുക്കേണ്ടവരാ. അതുകൊണ്ടാണ് കർത്താവ് യേശു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. കണ്ടോ, ബഹുമാനം ആദ്യം പോകണം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ പറയുന്നുള്ളൂ. ഇതേപോലെ തന്നെ ഇതാ ബഹുമാനം കൊടുക്കുവാനായിട്ട് ഇടയാകണം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് പറയാം. സാധാരണ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഭാര്യമാർ പലപ്പോഴും ഒരു ബഹുമാനമല്ല, ബോഷത്വ പറയുന്നത് കാണുന്നുണ്ട്. ഞാനത് ചെയ്തിട്ട് ഇങ്ങനെ വരും. അതായത് പുരുഷൻ കഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് വരിക, ഭാര്യ പറഞ്ഞു, നിങ്ങളെന്നാ ചെയ്ത, ഇനി നിങ്ങളെല്ലാം ചെയ്താ, അവരല്ലേ എല്ലാം ചെയ്തേ, നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ. യഥാർത്ഥത്തിൽ എന്തോ ചെയ്യണേ? ബഹുമാനത്തിന് പകരം അപമാനിക്കുക. പകരം നിങ്ങൾ ബഹുമാനിക്കുക. ഒരു മാർഗം, പല മാർഗങ്ങളുണ്ട്. ഒരു കാര്യം ഇങ്ങനെയാണ്, ചാച്ചൻ അത് ചെയ്തത് കൊണ്ടാട്ടോ നമ്മൾ ഇത്ര അനുഗ്രഹിക്കപ്പെട്ടെ. അന്നത് ചാച്ചൻ ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും വരത്തില്ലായിരുന്നു. ഇതെന്തോ നിങ്ങൾ ചെയ്തേ? ബഹുമാനം കൊടുക്കുക. ഇത് ആ ഭർത്താവ് എന്ന ചെടിയെ നിങ്ങൾ വളർത്തിയെടുക്കുക. ആദ്യം പറഞ്ഞത് അങ്ങനെയല്ല, അതിനെ ഇടിച്ച് താത്തുകയാണ്. ഹല്ലേലൂയ. പരസ്പരം പണിതെടുക്കണം. അങ്ങനെയാ കുടുംബജീവിതം പണിതെടുക്കേണ്ടത്. രണ്ടും കൂടി ചേരുമ്പോൾ ഇത് മനോഹരമാണ്. ഞാൻ കുഞ്ഞുനാളിലായിരുന്നപ്പോൾ, ഇത് പറഞ്ഞത് അവസാനിപ്പിക്കാം. ഞാൻ കുഞ്ഞുനാളിലായിരുന്നപ്പോൾ ഞങ്ങളുടെ തറവാടുണ്ട്, കണിയാവള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടെ ഓടി നടക്കുക. അപ്പോൾ ഞങ്ങൾക്കൊരു ചാച്ചനുണ്ട്, പുള്ളിക്കാരനാണെന്ന്, ദുബായിലാണ് പുള്ളി. അപ്പോൾ പുള്ളി കൊണ്ടുവരുന്ന ചോക്ലേറ്റൊക്കെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരിക്കൽ നോക്കുമ്പോൾ ഈ ചാച്ചൻ നടക്കുക. അപ്പോൾ ചാച്ചൻ്റെ കഴുത്തിലൊരു മാലയുണ്ട്. അപ്പോൾ മാല, സ്വർണ്ണമാല. ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ലോക്കറ്റ് ഒടിഞ്ഞു പോയിരുന്നു. അപ്പോൾ ഇൻഫോം ചെയ്യേണ്ട എൻ്റെ കടമയാണ്. അപ്പം ഞാൻ നേരത്തെ ഓടിച്ച് ചാച്ചനോട്, ചാച്ച ഒരു കാര്യം പറയട്ടെ, ചാച്ചൻ്റെ കഴുത്തെല്ലാം മാലയുടെ ലോക്കറ്റ് ഒടിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ചാച്ചൻ നോക്കിയിട്ട് എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ മോനെ, ഇത് ഒടിഞ്ഞതല്ല. അതായത് പകുതി ലോക്കറ്റേ ഉള്ളൂ, തൂക്കിടക്കുക. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതിൻ്റെ പകുതി ദുബായിൽ എൻ്റെ ഭാര്യയുടെ കഴുത്തലുണ്ടെന്ന്. മനസ്സിലായി? ഈ ഒടിഞ്ഞ പീസില്ലേ, അതിൻ്റെ പകുതി ദുബായിൽ എൻ്റെ ഭാര്യയുടെ മാലയുടെ ലോക്കറ്റിൽ കിടക്കുന്നുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്തിനാ? എനിക്കിത് മനസ്സിലായില്ല. പക്ഷെ ദൈവവചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായേ, ആ ദുബായിൽ അതായത് പുള്ളിക്കാരൻ വീട്ടിൽ ലൊക്കേഷൻ വന്നതാ. ദുബായിൽ ഭാര്യയുടെ ലോക്കറ്റിൽ കിടക്കുന്ന ആ മാല കിടക്കുന്ന ലോക്കറ്റ് പകുതി കഷ്ണമുള്ളൂ ഇതിൻ്റെ. ആ കഷ്ണം ഈ ഇദ്ദേഹത്തിൻ്റെ മാലയിൽ കിടക്കുന്ന കഷ്ണം കൂടി കൂട്ടി വെച്ചാൽ ഒരു നാണയമായി, ഒരു ലോക്കറ്റായി. മനസ്സിലായോ? പഠിത്തം കിട്ടിയ ഒരു ലോക്കറ്റായി. അതായത് ഒരു കുടുംബമാകണമെങ്കിൽ ഭാര്യയും ഭർത്താവും, ഭാര്യയുടെ ഇല്ലായ്മ ദൈവം ഭർത്താവിന് കൊടുത്തിട്ടുണ്ട്, ഭർത്താവിൻ്റെ ഇല്ലായ്മ ദൈവം ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി കൂടുമ്പോൾ അത് പൂർണ്ണമായി. മനസ്സിലായോ? ഹല്ലേലൂയ. അല്ലാതെ ഞാൻ വേറെ നീ വേറെ എന്നില്ല, ഇനി ഞങ്ങളാണ്. ഉൽപ്പത്തിയിലേക്ക് നോക്കിയേ, ദൈവം ഉണ്ടാക്കിയത് ഒരു ആദത്തെയാ, പക്ഷെ ആദത്തിന്റെ ഉള്ളിൽ ഹവ്വ ഉണ്ടായിരുന്നു. ആദത്തിന്റെ ഉള്ളിൽ ഹവ്വ ഉണ്ടായിരുന്നു. ഹവ്വയെ എങ്ങനെ എടുത്തേ? ആദം പ്രസവിച്ചതാണോ? അല്ല, ആദം സ്പ്ലിറ്റ് ഓപ്പറേഷൻ. ആദത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഹവ്വയെ എടുത്തത്. അപ്പൊ ആദത്തിനൊരു കുറവ് വന്നില്ലേ? ഇനി അത് പുറത്തു കൊണ്ടുവന്ന ഒരു സ്ത്രീ ആക്കിയിട്ട് വീണ്ടും ആ കുറവ് നികത്താൻ ആദത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. ആദം അവളെ സ്വീകരിച്ചപ്പോൾ കുറവ് മാറി, രണ്ടും കൂടി കൂടിയപ്പോൾ പൂർണ്ണമായി. ഇനിയോ പ്രപഞ്ചത്തിലെ ആദ്യ കുടുംബത്തിലേക്ക് നോക്കുക. സ്വർഗസ്ഥ പിതാവ് സകലതും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്, തന്നിലൂടെ ഒരു പുത്രനെ ജനിപ്പിക്കുകയാണ്. ആ പുത്രന്റെ പേരാണ് ക്രിസ്തു. മനസ്സിലായോ? ആ പുത്രനാണ് മുഖാന്തരം, ഈ അപ്പനാണ് കാരണഭൂതൻ. പിടുത്തം കിട്ടിയ എല്ലാം തിരിച്ചു പോരുമ്പോൾ എല്ലാം കൂടി എവിടെ കയറും? പിതാവിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക, കുടുംബജീവിതം ഒരു പ്രോട്ടോടൈപ്പാണ്, ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ്, ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റമാണ്.
ഇതിനെ നമ്മൾ തകർക്കരുത്. പിശാച് അറിവില്ലായ്മയുടെ നമ്മളെ തകർക്കുകയാണ്. ഇത് മനസ്സിലാക്കി കുടുംബങ്ങളെ പണിതെടുക്കുക ഭൂമിയിലെ. അപ്പോൾ തന്നെ അത് മരണമുള്ള കുടുംബമാണ്. എന്നാൽ സഭയിലൂടെ മരണമില്ലാത്ത കുടുംബമായ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ കയറുവാൻ തയ്യാറാകുക. നമ്മൾ മുഖാന്തരം, അറിവില്ലായ്മ മുഖാന്തരം കുടുംബം ചതിക്കപ്പെടരുത്, ശപിക്കപ്പെടരുത്. ആദ്യ കുടുംബം ശപിക്കപ്പെട്ടത് ആദത്തിന്റെ കഴിവില്ലായ്മയാണ്. ഭാര്യയെ ബോഡിയാക്കി നിർത്താൻ ആദത്തിന് കഴിഞ്ഞില്ല. തലയണ മന്ത്രത്തിൽ വീണു. അത് എല്ലാ ദൈവദാസന്മാരും, എല്ലാ ദൈവമക്കളും ശ്രദ്ധിക്കുക. തലയണ മന്ത്രത്തിൽ വീഴരുത്. പകരം നിനക്കൊരു തലയുണ്ട്. ആ തലയുടെ കൽപ്പനയിൽ ജീവിക്കാൻ ശ്രമിക്കുക. ആ തലയാണ് ക്രിസ്തു. ക്രിസ്തു എങ്ങനെ തൻ്റെ തലയായ പിതാവിനനുസരിച്ച് ജീവിച്ചു, അതേപോലെ ആണുങ്ങൾ, സഹോദരങ്ങൾ ക്രിസ്തു അനുസരിച്ച് ആ ഇഷ്ടത്തിന് വേണ്ടി നിലകൊള്ളുക. സഹോദരിമാർ അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഭർത്താവിനെ കയ്യിലെടുക്കാൻ പോകരുത്. പകരം ദൈവം എന്തിനാണോ നിങ്ങളെ സൃഷ്ടിച്ചാക്കിയത് അതിനുവേണ്ടി ആ ദൈവഇഷ്ടം ചെയ്യുന്ന ഭർത്താവിന് തക്ക തുണയായി ഇരിക്കുക. എന്നാൽ ഈ ഭർത്താവിന് ദൈവഇഷ്ടം എന്ന് അറിയത്തുപോലും ഇല്ല. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനത്തിലൂടെയും ഒക്കെ ഈ ഭർത്താവ് ദൈവഇഷ്ടം എന്തെന്ന് അറിയാൻ വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെ ഭാര്യമാരെ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കർത്താവിന് ഉചിതമാവണ്ണം കീഴടങ്ങിയിരിപ്പിന്. അതിന്റെ അർത്ഥം കർത്താവ് പറയുന്നതിന് വിപരീതമായി ഇദ്ദേഹം പറയാണ് പോയി വ്യഭിചരിക്കടി എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ വേണോ വേണ്ടേന്ന്. മനസ്സിലായോ? കർത്താവിന് ഉചിതമാവണ്ണം കീഴടങ്ങി ഇരിപ്പിന്. അതിന്റെ അർത്ഥം ദൈവം പറയുന്ന വ്യവസ്ഥ പ്രകാരം ഇദ്ദേഹം ജീവിക്കുമ്പോൾ അത് സകലത്തിലും കീഴടങ്ങി ഇരിക്കുവാനായിട്ട് തയ്യാറാകണം എന്നാണ് ഓർപ്പിച്ചത്. ഇതിൽ നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസും പല കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ. പക്ഷെ ആത്മാവിന്റെ നിയമത്തിലേക്ക് നിങ്ങൾ വന്നാൽ അപ്പോഴുള്ള ഉത്തരം എന്നിൽ നിന്നല്ല കർത്താവിൽ നിന്ന് കിട്ടുവാനായിട്ട് അടിയാവും. പക്ഷേ ആത്മാവിന്റെ നിയമത്തിൽ വരാൻ ദൈവത്തിന്റെ ഒരു ചെറിയൊരു ഫൗണ്ടേഷൻ ദൈവം ഇവിടെ ഇട്ടിട്ടുണ്ട്. തുടർന്ന് നിങ്ങളത് വളർത്തിയെടുക്കുവാൻ ദൈവം നിങ്ങളെ എവരെയും സഹായിക്കട്ടെ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? SVJ മെസ്സേജസിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കുക. എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സന്ദേശം നിങ്ങളുടെ ഫോണിൽ വരും. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. മാത്രമല്ല എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച ഇവിടെയുള്ള സന്ദേശങ്ങൾ, എല്ലാ ധ്യാന സന്ദേശങ്ങളെല്ലാം നിങ്ങൾ ഏത് യൂറോപ്പിലോ കാനഡയിലോ എവിടെയായിരുന്നാലും അവിടെ നിന്ന് ശ്രവിക്കാൻ പറ്റും. അപ്പോൾ ദൈവം നമുക്ക് ഒരുക്കാതിരുന്നിട്ടല്ല, നമുക്ക് പലപ്പോഴും മനസ്സില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ അന്ത്യനാളിൽ ദൈവം വെച്ച ടെക്നോളജി പാവം വളർത്താനല്ല, ദൈവത്തിൽ വളരാൻ നമുക്ക് ഉപയോഗിക്കാം. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് എഴുന്നേൽക്കാം. ഏതെങ്കിലും ഒരു ദിവസം മുന്നോട്ടേക്ക് വന്നാട്ടെ. ഈ വിഷയത്തെ ഒന്ന് പ്രാർത്ഥിക്കുക. തുടർന്ന് സാമ്പത്തികത്തെക്കുറിച്ച് അല്പം ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷയെ ഈ സെക്ഷൻ നമ്മൾ അവസാനിപ്പിക്കേണ്ടതായിരിക്കും. ഹല്ലേലൂയ. യെസ് ലോർഡ്, ഐ ലവ് യു. എല്ലാവരും ദൈവസന്നിധിയിലാണ് കേട്ട വചനപ്രകാരം തങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കുടുംബജീവിതം എന്താണ്? വിവാഹം എന്താണ്? എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? എന്താണ് അതിൻ്റെ ഉദ്ദേശം? എന്തൊക്കെ ബലഹീനതകളാണ് വന്നു പെട്ടിട്ടുള്ളത്? അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം? ഇതൊക്കെയായിരുന്നു സ്വർഗത്തിലെ ദൈവം നമ്മളോട് സംസാരിച്ചത്. അതുപ്രകാരം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇതുപ്രകാരം എൻ്റെ ദൈവമേ, ഞാൻ എന്നെ തന്നെ തിരിച്ചറിഞ്ഞ് അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കുടുംബജീവിതം നയിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.